Hello everyone and welcome back to another class on branch accounts. And today we are going to take up a small topic within dependent branches in the accounts preparation. Yeah, so let's get started. So as we know, branches പല രീതിയിൽ branches നമ്മൾക്ക് തരം തിരിക്കാം. അതിൽ ഡിപെൻഡൻസി ഓൺ ഹെഡ് ഓഫീസിന്റെ ബേസിൽ നമ്മൾ തരം തിരിച്ചതാണ് ഡിപെൻഡന്റ് ബ്രാഞ്ചസും ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസും. അപ്പോൾ ഡിപെൻഡന്റ് ബ്രാഞ്ചസിൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു ബ്രാഞ്ചിന്റെ ലാഭം എത്രയുണ്ടെന്ന് അറിയാൻ മൂന്ന് രീതിയിൽ നമുക്ക് ചെയ്യാം അല്ലേ. സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡ് ഓർ സിംഗിൾ എൻട്രി അല്ലെങ്കിൽ മെമ്മോറാണ്ടം അപ്രോച്ച് എന്നോ ട്രേഡിംഗ് ആൻഡ് പി എൻട്രി എന്നോ ഒക്കെ വിളിക്കാവുന്ന മൂന്നാമത്തെ മെത്തേഡ്. എന്നാൽ ഈ മൂന്ന് മെത്തേഡിലും വരാൻ സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് നൗ, വിച്ച് ഇസ് നത്തിങ് ബട്ട് ട്രീറ്റ്മെന്റ് ഓഫ് ലോസ് ഓഫ് സ്റ്റോക്ക്. So this is in relation to only dependent branches. Now why aren't independent branches ഇങ്ങനെ ഒരു ഡിസ്കഷന്റെ ആവശ്യം സെപ്പറേറ്റ്ലി ഇല്ലാത്തത്? ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചസ് ആണെങ്കിൽ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു പരിധി വരെ ഇൻഡിപെൻഡന്റ് ആണ്. ഇത് ഹെഡ് ഓഫീസിൽ അധികം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഡിസിഷൻസ് ഒക്കെ ബ്രാഞ്ചിന് തന്നെ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അല്ലെങ്കിൽ കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചിന്റെ കണക്ക് ചെയ്യുന്നത് സാധാരണ ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് ബിസിനസിന്റെ കണക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ സെപ്പറേറ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പയറിംഗ് അക്കൗണ്ട്സ് ഒന്നുമില്ല ലൈക്ക് ഡിപെൻഡന്റ് ബ്രാഞ്ചസ്. ഇനി കുറച്ച് ജേർണൽ എൻട്രീസ് അല്ലെങ്കിൽ കുറച്ച് സ്പെഷ്യൽ കേസസ് വരും വിച്ച് ആർ എക്സ്ക്ലൂസീവ്ലി ഫോർ ബ്രാഞ്ച് ആൻഡ് ഹെഡ് ഓഫീസ്. സാധാരണ ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് ബിസിനസ്സിൽ വരാത്ത കുറച്ച് ഡീലിങ്സ് വന്നതായിരിക്കാം. ഹെഡ് ഓഫീസിന് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് കൊടുത്തു വിടുന്നു. അങ്ങനെ സ്പെഷ്യൽ കേസസ് വിച്ച് ഓൺലി കം ഇൻ ബ്രാഞ്ച് അക്കൗണ്ട്സ്, അത് ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച് ആണെങ്കിൽ അതെങ്ങനെ അക്കൗണ്ട് ചെയ്യുന്നു നമ്മൾ പഠിക്കും. പക്ഷേ സെപ്പറേറ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പയറിംഗ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നുമില്ല. ജേർണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, പി ആൻഡ് എൽ, ബാലൻസ് ഷീറ്റ് അങ്ങനെയൊക്കെ പോകുന്ന ഒരു ഫോർമാറ്റ് തന്നെയാണ് ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച് ഫോളോ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഡിപെൻഡന്റ് ബ്രാഞ്ചസിൽ ഒരു ബ്രാഞ്ചിന്റെ ലാഭം കണ്ടുപിടിക്കാൻ നമ്മൾക്ക് മൂന്ന് മെത്തേഡ്സ് ഉണ്ട് അല്ലെ. ആ മൂന്ന് മെത്തേഡിലും അൾട്ടിമേറ്റ്ലി നമ്മൾക്ക് കിട്ടുന്ന ആൻസർ നെറ്റ് പ്രോഫിറ്റ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യുന്ന റൂട്ട് സാധാരണ നമ്മൾ പഠിച്ച ഒരു ബിസിനസിന്റെ കണക്ക് ചെയ്യുന്നത് പോലെ അല്ല. ഫോർ ദാറ്റ് റീസൺ ട്രീറ്റ്മെന്റ് ഓഫ് ലോസ് ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്ന ടോപ്പിക് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ. ദാറ്റ് ഇഫ് that occurs in a business, how does it get accounted into the different methods that we have learned under dependent branches, which are not exactly same like what you have been doing for the past so many years or for past your degree or foundation level as part of profit oriented business inde കണക്കുകൾ ചെയ്യുന്നത് പോലെ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് ഉള്ളതെന്നാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. So to start with, losses രണ്ട് തരത്തിലുണ്ട് അല്ലേ. One is normal loss and the other is abnormal loss. Now what are the differences between normal loss and I hope that you already know about it, but just let's quickly talk about it also. When a person enters into a business, ആ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ എന്ത് സാധനത്തിലാണോ നമ്മൾ ബിസിനസ് ചെയ്യാൻ പോകുന്നത്, ആ ഒരു ഡിസിഷൻ നടക്കുമ്പോൾ തന്നെ നമ്മൾക്ക് അറിയാം ഈ പെർട്ടിക്കുലർ പ്രോഡക്റ്റിൽ വരാൻ സാധ്യതയുള്ള നഷ്ടങ്ങൾ. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പച്ചക്കറി വിൽക്കുന്ന ഒരു വെജിറ്റബിൾ വെൻഡർ ആകുകയാണെന്ന് വെക്കുക. സോ വെൻ യു ഗെറ്റ് ഇൻ ടു ദിസ് ബിസിനസ് ഇറ്റ് സെൽഫ്, യു നോ ദാറ്റ് നിങ്ങൾ വാങ്ങിച്ച് ഒരു പച്ചക്കറി കട നടത്തുന്നതോ അല്ലെങ്കിൽ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ അവർ സ്റ്റോക്ക് ചെയ്യുന്ന സാധനത്തിന്റെ കുറച്ചെങ്കിലും ചീഞ്ഞു പോകും അല്ലെങ്കിൽ നശിച്ചു പോകും, നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ടാവും അല്ലേ. But that is going to happen to every vegetable vendor that is in the മാർക്കറ്റ്. അല്ലാതെ നിങ്ങൾക്ക് മാത്രമായിട്ട് നടക്കുന്ന ഒരു സ്പെഷ്യൽ നഷ്ടമൊന്നുമല്ല. നമ്മൾ ഈ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റ് നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ പ്രത്യേകത കാരണം ആര് ആ ബിസിനസ്സിൽ എൻ്റർ ചെയ്താലും അവർക്ക് എല്ലാവർക്കും ഒരേപോലെ വരാൻ സാധ്യതയുള്ള ഒരു നഷ്ടമാണ് നോർമൽ ലോസ്. ഇറ്റ് ക്യാൻ ബി പെരിഷിങ്,
ഇവാപറേറ്റ് ആയി പോകുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു എക്സാമ്പിൾ ആണ് ഐസ് ബ്ലോക്സിൽ ഡീൽ ചെയ്യുന്നത്. ഇപ്പം ഐസ് ബ്ലോക്സിൽ ആണ് ബിസിനസ് ചെയ്യുന്നവരെങ്കിലും ഐസ് ഇപ്പം ഇത്ര കിലോയുടെ ഐസ് അവരുടെ കയ്യിലുണ്ടെങ്കിലും കറക്റ്റ് വിൽക്കാൻ തുടങ്ങുമ്പോൾ അവർ കുറച്ചെങ്കിലും വെള്ളമായി പോയി കാണും. ഫുള്ള് പോയി എന്നല്ല, ചെറിയ ഗ്രാമിന്റെ വ്യത്യാസമെങ്കിലും വന്നു കാണും. അങ്ങനെയുള്ള ചെറിയ ചെറിയ നഷ്ടങ്ങളാണ് വിച്ച് ആർ ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് ടു എനി വൺ ഹു എൻറ്റേഴ്സ് ഇൻ ടു സച്ച് എ ബിസിനസ് ഇസ് നോർമൽ ലോസ്. ഇത് ഓൾറെഡി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു നഷ്ടമാണ്. ഇനി അബ്നോർമൽ ലോസോ, അബ്നോർമൽ ലോസ് ഇസ് നോട്ട് സംതിങ് വിച്ച് ഈസ് എക്സ്പെക്റ്റഡ് ഓൺ എ റെഗുലർ ബേസിസ് ആൻഡ് ഇറ്റ് നീഡ് നോട്ട് ഹാപ്പൻ ടു എവറി പേഴ്സൺ doing business in one particular product. ഇപ്പോൾ അബ്നോർമൽ ലോസിന്റെ എക്സാമ്പിൾ സെയിം എക്സാമ്പിൾ എടുക്കാം. വെജിറ്റബിൾ വെണ്ടർ, എല്ലാവർക്കും പച്ചക്കറി ഹോൾസെയിൽ ആയിട്ട് വാങ്ങിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്നോ അങ്ങനെ എവിടെന്നെങ്കിലും ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ അവിടുന്ന് ട്രക്കുകളിൽ വരുന്നു അല്ലേ, ലോറീസിൽ വന്ന് ഇവിടെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡേയിലെല്ലാം അൺലോഡ് ചെയ്ത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വാങ്ങിക്കുന്നു. അങ്ങനെയാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ കുറേയൊക്കെ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് ട്രാവൽ ചെയ്ത് അത്ര സമയം ദൂരം വരണം, അപ്പം ഓപ്പൺ എയറിൽ ഇരിക്കുകയാണ്, അങ്ങനത്തെ പല കാര്യങ്ങൾ കൊണ്ട് ചീഞ്ഞു പോകാനുള്ള സാധ്യത. അത് നോർമൽ ലോസ്. പക്ഷെ വരുന്ന വഴിക്ക് ആ ട്രക്കിന് ഒരു ആക്സിഡന്റ് സംഭവിച്ച് പച്ചക്കറി എല്ലാം താഴേക്ക് വീണ് നശിച്ചു, റോഡിലേക്ക് വീണു എല്ലാം നശിച്ചു പോയെന്ന് വെക്കുക. ദാറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു എവറി വെജിറ്റബിൾ വെണ്ടർ ഹൂ ഈസ് പർച്ചേസിങ് ഫ്രം ഔട്ട്സൈഡ് കേരള. വെളിയിൽ നിന്ന് വാങ്ങിച്ച് ഇങ്ങോട്ട് നാട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുവന്ന് പച്ചക്കറി വിൽക്കുന്ന എല്ലാവർക്കും വരാൻ പോകുന്ന ഒരു നഷ്ടമല്ല ആ ആക്സിഡന്റ് എന്ന് പറയുന്നത്. ഇനി എല്ലാവർക്കും വരില്ല. ഇനി ആക്സിഡന്റ് വന്നു എന്ന് പറയുന്ന ആ ബിസിനസ് പേഴ്സണ് എല്ലാ ദിവസവും വരുമോ, അല്ലെങ്കിൽ അയാൾ എപ്പോഴൊക്കെ ലോഡ് വാങ്ങിക്കുന്നു തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ എവിടുന്നെങ്കിലും അപ്പോഴൊക്കെ വരുമോ? ഇല്ല. വൺസ് ഇൻ എ വൈൽ അല്ലെ വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഒരു നഷ്ടം വരാൻ പോകുന്നത്, വിച്ച് ഇസ് നോട്ട് വെരി കോമൺ ഇൻ എ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. അങ്ങനെയുള്ള നഷ്ടങ്ങളാണ് അബ്നോർമൽ ലോസസ്. ഇനി അത് മാത്രമല്ല, വി ക്യാൻ സേ തെഫ്റ്റ്, ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയി, ദാറ്റ് ഈസ് ഓൾസോ എൻ അബ്നോർമൽ ലോസ്. എല്ലാ കടകളിൽ നിന്നും ഇപ്പം നമ്മൾ ഡീൽ ചെയ്യുന്നത് ലാപ്ടോപ്സിലാണെന്ന് വെക്കുക. ലാപ്ടോപ്പിന്റെ കടകളിൽ എല്ലാ കടയിലും പോയി കള്ളം കയറി മോഷ്ടിക്കണമെന്നില്ല. നമ്മളുടെ അൺഫോർച്ചുനേറ്റ്ലി വി വേർ ദ വിക്ടിം ഓഫ് സച്ച് എൻ ആക്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ ഒരാൾക്ക് സംഭവിച്ചു. ആ ലാപ്ടോപ്പ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഡീൽ ചെയ്യുന്ന എല്ലാ ബിസിനസ് പേഴ്സണും അങ്ങനെ ഒരു മോഷണം അവരുടെ ബിസിനസ്സിൽ നടക്കണമെന്നുണ്ട്? നിർബന്ധമില്ല. പിന്നെ ഫ്ലഡ് അല്ലെ, തീപിടുത്തം ഉണ്ടായി. അതും തീപിടുത്തം ഉണ്ടാകുന്നത് എൻ്റെ ഷോപ്പിനാണെന്ന് വെക്കുക. എൻ്റെ അതേ പ്രോഡക്റ്റ് വിൽക്കുന്ന 5 ഷോപ്പ് അപ്പുറത്ത് മാറി എൻ്റെ ഒരു കോമ്പറ്റീറ്റർ ഉണ്ടെന്ന് വെക്കുക. അയാളുടെ കടയിൽ തീപിടുത്തം നടക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. സോ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് അബ്നോർമൽ ലോസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ, അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. Abnormal loss is something that doesn't happen on a regular basis or a normal course of business. Yeah, normal course of business il varilla. Pinne oralku thannealla. ഇപ്പം നമുക്ക് ഒരു ആക്സിഡന്റ് നമ്മളുടെ ബിസിനസ്സിൽ ഒരു ദിവസം നടന്നു, ഇനി അടുത്ത നമ്മളുടെ ആ ബിസിനസ് ലൈഫിൽ ചിലപ്പോൾ ഒരു ആക്സിഡന്റ് ഇനി വരാനേ സാധ്യതയില്ലായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അഗൈൻ വി മൈറ്റ് എൻഡ് അപ്പ് facing such a situation. So it is not fixed. It can keep on fluctuating and it can come to any person at any time. Not fixed. Normal course il varunadum aayittulla onnalla. So that is normal loss and abnormal loss. Yeah. So we are going to understand normal loss ആണെങ്കിലും abnormal loss ആണെങ്കിലും നമ്മുടെ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിന്റെ ലോസ് തന്നെയാണ് അല്ലേ. ഈ രണ്ട് ലോസിൽ ഏത് ലോസ് ആണെങ്കിലും how are we going to record it in dependent branches? അപ്പോൾ നമ്മൾക്ക് ആദ്യമേ തരം തിരിക്കേണ്ടത് the 3 methods that we have learned for dependent branches. One was debtors method. Second, stock and debtors method. And finally, single entry system അല്ലെങ്കിൽ ഇതിനെ മെമ്മറാണ്ടം അപ്രോച്ച് എന്നോ ട്രേഡിംഗ് പിയാൻഡ് എന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. ഞാനിപ്പോൾ സിംഗിൾ എൻട്രി എന്ന് പറയുന്നതേ ഉള്ളൂ. ആൻഡ് ദീസ് ഫസ്റ്റ് ടു were collectively known as double entry system അല്ലെ double entry method. സെയിം വേ അബ്നോർമൽ ലോസിനും നമ്മൾ ആ ബൈഫിക്കേഷൻ ഒന്ന് എഴുതി വെക്കുകയാണ്. ഏതൊക്കെ മെത്തേഡ്സ് നമ്മൾക്ക് അവൈലബിൾ ആണ് ഡിപെൻഡന്റ് ബ്രാഞ്ചിന് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ. ഡെറ്റേഴ്സ് മെത്തേഡ്,
stock and debtors method, and finally single entry system. Yeah. So let us first take up single entry system, which we already know about. നിങ്ങൾ already പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ single entry system എന്ന് പറയുന്നത് trading and P&L ആണെന്നുള്ള കാര്യം മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക. And then we will discuss. So this is nothing new. നിങ്ങൾ already അറിയാവുന്ന കാര്യം നമ്മൾ ഒന്നും കൂടെ rephrase ചെയ്യുന്നതേ ഉള്ളൂ. In a single entry system, or to be precise, when preparing trading and P&L account, normal loss വന്നു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിന് അത് എങ്ങനെയാണ് നമ്മൾ trading and P&L ട്രീറ്റ് ചെയ്യുന്നത്? We are going to be just silent on that matter because normal loss സംഭവിച്ച quantity automatically നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഓപ്പണിംഗ് സ്റ്റോക്കിലും പർച്ചേസിലും ഒക്കെ വന്ന് നമ്മളുടെ കോസ്റ്റിൽ കിടപ്പുണ്ട്. അതെൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് അബ്സോർബ് ചെയ്തോളും. ഞാൻ സ്പെഷ്യലി അതിനു വേണ്ടി എൻട്രി ഒന്നും എഴുതേണ്ട കാര്യം ഇല്ല. സോ വിച്ച് മീൻസ് വെൻ എ നോർമൽ ലോസ് ഹാപ്പൻസ് in single entry system or while preparing trading and P&L, you generally do not record any entries. So here also you are going to do the same because it is nothing but trading and P&L and branch and prepare cheyyunnennulla vyathyasam മാത്രമേ ഉള്ളൂ. Yeah, no entry. What about abnormal loss? Abnormal loss ആണ് trading and P&L നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും? അപ്പോൾ trading and P&L ഒന്ന് എടുക്കുക. ഒന്ന് നമ്മൾക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ട്രേഡിംഗ് ആൻഡ് P&L, you have recorded all cost, opening balance ആയിട്ട് എഴുതുന്നു, opening stock, to purchases, by sales, by closing stock, ഇങ്ങനെയാണ് ട്രേഡിംഗ് വരുന്നത് അല്ലേ? അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ അബ്നോർമൽ ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? Abnormal loss means now you are unable to sell it. Allengil you are unable to sell it at the price that you have already fixed on. അപ്പോൾ നിങ്ങൾക്ക് already ഒരു നഷ്ടം വന്ന് കാണും. ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഹാഫ് ആയിട്ട്, whatever be the case. ആ നഷ്ടം should not affect your gross profit, which represents the profit that you generally earn by doing a normal course of business. നോർമലി നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് ഞാൻ ഏൺ ചെയ്യുന്ന ഓരോ ബിസിനസ് പേഴ്സണും ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് കാണിക്കാനാണ് നമ്മൾ ട്രേഡിംഗ് വഴി ഗ്രോസ് പ്രോഫിറ്റിലേക്ക് എത്തുന്നത് അല്ലേ? പക്ഷേ അബ്നോർമൽ ലോസ് എന്ന് വെച്ചാൽ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ വരുന്ന ഒരു നഷ്ടമാണോ? അല്ല, വല്ലപ്പോഴും ഒരാൾക്ക് ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. Therefore, that abnormal loss should never affect my gross profit. It should only affect my net profit because ultimately അതൊരു നഷ്ടമാണ്. ഞാൻ 1000 രൂപയുടെ ഒരു സാധനം പൈസ കൊടുത്ത് വാങ്ങിച്ച് അത് തീ പിടിച്ച് നശിച്ചാൽ 1000 രൂപ എൻ്റെ നഷ്ടമാണ്. പക്ഷെ ആ നഷ്ടം ഗ്രോസ് പ്രോഫിറ്റിൽ അഡ്ജസ്റ്റ് ആവാൻ പാടില്ല. ബിക്കോസ് നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഫ്രീക്വന്റ് ബേസിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു നഷ്ടമല്ല abnormal loss. Therefore, that loss has to be adjusted from my net profit. അതൊരു നഷ്ടമായത് കാരണം ഏതെങ്കിലും ഒരു ലാഭത്തിൽ നിന്ന് അത് കുറയണം അല്ലേ? ഏത് ലാഭത്തിൽ നിന്ന് കുറയണം? It should only get adjusted to my net profit along with all other indirect expenses and indirect incomes. It should never affect my gross profit. For that reason, what do you do? ഈ ഓപ്പണിംഗ് അബ്നോർമൽ ലോസ് ആയി പോയ സാധനം നമ്മൾ ഒന്നെങ്കിൽ കഴിഞ്ഞ വർഷം വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും, അതെവിടെ കാണും? ഒന്നെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കിൽ കാണും. ഇനി കഴിഞ്ഞ വർഷം വാങ്ങിച്ചതല്ല, ഈ വർഷം വാങ്ങിച്ച ലിസ്റ്റിനകത്തുള്ളതാണെങ്കിലോ പർച്ചേസിനുള്ളിൽ കാണും. അതായത് ട്രേഡിങ്ങിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ നഷ്ടപ്പെടുത്തിയ ആ സാധനത്തിന്റെ കോസ്റ്റ് വന്നിട്ടുണ്ട്. Now when I say that it shouldn't affect my gross profit, I have to ensure that that portion gets eliminated. Hence I credit trading and P&L or trading account to be precise, stating by abnormal loss എന്ന് പറഞ്ഞ് നമ്മൾ കോസ്റ്റ് പ്രൈസ് എലിമിനേറ്റ് ചെയ്യും. ഇവിടെ ഒരു കാര്യം സ്ട്രെസ് ചെയ്യാം, ഡെബിറ്റ് സൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്താണോ അതാണ് നമ്മൾ ക്രെഡിറ്റിൽ എലിമിനേറ്റ് ചെയ്യുന്നത്. സോ ഡെബിറ്റ് സൈഡിൽ സാധാരണ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസസും ഒക്കെ കോസ്റ്റ് പ്രൈസിലായത് കാരണം എലിമിനേറ്റ് ചെയ്യുമ്പോഴും എന്ത് എലിമിനേറ്റ് ചെയ്താൽ മതി? കോസ്റ്റ് പ്രൈസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഹാസ് ടു ബി
eliminated. Yeah. So now what have we done? നമ്മൾ ആ elimination നടത്തി gross profit എന്നാണ്. പക്ഷേ it is a loss and ultimately has to get adjusted from some profit and that is net profit for us. അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം? ഒരു loss ആണെങ്കിൽ P&L ഡെബിറ്റിലേക്ക് വരണം. അപ്പോൾ ടു അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞ് നമ്മൾ ആ മേലെ എടുത്തെഴുതിയ കോസ്റ്റ് പ്രൈസിനെ P&Lലേക്ക് കൊണ്ടുവരും. Now comes the next part. Supposedly you were very conscious about your business and you had already taken a insurance claim prior. അപ്പോൾ ഒരു തീപിടുത്തം നടന്നു അല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഈ നഷ്ടത്തിന്റെ കവറേജ് നമ്മൾക്ക് കിട്ടുന്നുണ്ടെന്നും വിചാരിക്കുക. അങ്ങനെ നമ്മൾക്ക് റിസ്ക് കവറേജ് കിട്ടി. ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മൾ ക്ലെയിം വേണം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു നഷ്ടം സംഭവിച്ചു, ലെറ്റ് മീ ഗെറ്റ് എ ക്ലെയിം എന്ന് പറഞ്ഞ് സബ്മിഷൻ കൊടുക്കുമ്പോൾ ഇൻഷുറൻസ് കമ്പനി കുറെ അനാലിസിസ് ഒക്കെ നടത്തി. ഇമാജിൻ ഇൻഷുറൻസ് കമ്പനി ഗിവ്സ് യു എ ക്ലെയിം. ഞാനിപ്പോൾ അത് എക്സാമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ എന്ന് പറയാം. അസ്യൂം അബ്നോർമൽ ലോസ് ആയി പോയ സാധനത്തിന്റെ വില 1000 രൂപയാണ്. ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മൾ പറഞ്ഞു 1000 രൂപ തന്നെ കിട്ടണം. പക്ഷെ ഇൻഷുറൻസ് കമ്പനി കുറെ കാര്യങ്ങളൊക്കെ നോക്കി അവരൊരു വില നിശ്ചയിച്ചു. 700 രൂപയെ ക്ലെയിം ആയിട്ട് തരാൻ പറ്റുകയുള്ളൂ. സോ ഇൻഷുറൻസ് ക്ലെയിം ഇസ് എൻ ഇൻഡയറക്റ്റ് ഇൻകം അല്ലെ, ഇതുവരെ കിട്ടാതിരുന്ന ഒരു അല്ലെങ്കിൽ എപ്പോഴും ഈ ബിസിനസ് ചെയ്താൽ കിട്ടുന്ന ഒരു ഇൻകം ഒന്നുമല്ല, പുതിയതായിട്ട് വളരെ റെയർ ആയിട്ട് വരുന്ന ഒരു ഇൻകം ആണ്. Therefore that has to be treated as an indirect income. So this is one way of presenting it. Abnormal loss എന്ന് പറഞ്ഞാൽ നമ്മൾ 1000 രൂപ ഡെബിറ്റ് ചെയ്തപ്പോൾ വി ആർ ട്രൈങ് ടു സേ ദാറ്റ് 1000 രൂപയാണ് ഞാൻ ആ സാധനത്തിന്മേൽ മുടക്കി എനിക്ക് മാക്സിമം നഷ്ടം വരാൻ സാധ്യതയുള്ളത്. പക്ഷെ സിൻസ് ഇൻഷുറൻസ് കവറേജ് വാസ് there and I have received a claim, my net loss actually എൻ്റെ നഷ്ടം എത്രയായി കുറഞ്ഞു? 1000 രൂപ നഷ്ടമായി എന്ന് ഞാൻ പറഞ്ഞു, 700 രൂപ അതിനു വേണ്ടി കിട്ടിയെന്ന് പറഞ്ഞു. which means I am going to earn a I'm going to incur only a loss of 300 rupees. Yeah? So ultimately net profit is adjust ആവുന്നത് എന്താണ്? ഈ അബ്നോർമൽ ലോസ് എന്ന് പറയുന്ന ആ ഇവന്റ് നടന്നത് വഴി ശരിക്കും എനിക്ക് നഷ്ടം വരുന്ന ആക്ച്വൽ ലോസ്. So that can be presented in this manner, or you can even show abnormal loss എന്ന് പറഞ്ഞ് ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയ എമൗണ്ടും കഴിഞ്ഞിട്ടുള്ള ആക്ച്വൽ ലോസ് ഡയറക്ട്ലി P&Lലേക്ക് എഴുതാം. എങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ്. Yeah, so this is how we have learned in trading and P&L. So I have already discussed about single entry യുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് അതിനെ ഒരു journal entry ആക്കാം. So single entry system നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ട്രേഡിങ്ങിനെ ക്രെഡിറ്റ് ചെയ്യും. So when you are crediting trading, you are actually debiting abnormal loss എന്ന് പറയുന്ന ഒരു account. So entry will be abnormal loss account debit to trading account. I'm just going to write the amount so that നിങ്ങൾക്ക് ഇത് മനസ്സിലായി ഇരുന്നു. 1000 rupees. So ഇവിടെ കൊണ്ട് തീരുന്നില്ല, P&Lലേക്ക് നമ്മൾ ഈ ലോസിനെ എടുത്തെഴുതുകയാണ്. So P&Lലേക്ക് ലോസ് എടുത്തെഴുതുമ്പോൾ you have two way of recording. അത് നിങ്ങളുടെ കംഫർട്ട് ഏതാണോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് എങ്ങനെയാണോ പഠിച്ചത് അതേപോലെ ചെയ്തുകൊള്ളാം. I generally prefer writing the actual loss. ഇൻഷുറൻസ് ക്ലെയിമും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലോസ് ഡയറക്ട്ലി എഴുതാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. So I am going to write the journal entry for that. But if you are someone who prefers the other way around, cost price ആദ്യം എഴുതി ക്രെഡിറ്റ് സൈഡിൽ ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നത് എഴുതുകയാണെങ്കിൽ go ahead and record the journal entry for that in your notebook. Yeah? So choice is yours. Please go ahead with what you are comfortable with or what you have learned. So since I am going with this one, my entry will be profit and loss account in a debit to P&L account debit 300. So I have written only this entry, but it means that ഇതിൻ്റെ ഇടയിൽ വേറൊരു എൻട്രി സംഭവിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ എഴുതിയിരുന്നത് what is the entry that has happened.
സോറി, ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടിയ ക്ലെയിം ഞാൻ എങ്ങോട്ടേക്ക് എഴുതും? സോറി, സോ ബാങ്കിലേക്ക് നമ്മളുടെ പൈസ വന്ന് അതിനും ഒരു എൻട്രി കാണും. ആദ്യത്തെ എൻട്രി എന്തായിരിക്കും? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. ആദ്യമേ 700 രൂപ കിട്ടിയതിന് ഒരു എൻട്രി വരും, ബാങ്ക് അക്കൗണ്ടിലേക്ക് 700 രൂപ ഇൻഷുറൻസ് ക്ലെയിം ആണെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ പേര് കൊടുത്ത് 700. എന്നിട്ട് ഈ 700-നെ നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു? അബ്നോർമൽ ലോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് നെറ്റ് എഫക്റ്റ് ആയിട്ട് എന്ത് എഴുതി? P&L ടു അബ്നോർമൽ ലോസ്. സോ ഈവൻ ദോ വി ആർ റെക്കോർഡിംഗ് 300 ഹിയർ, ഇതിൻ്റെ ഉള്ളിൽ ഈ വർക്കിംഗ് പോയിട്ടുണ്ട്. 1000 ഇന്നർ കോളത്തിൽ മൈനസ് ഇൻഷുറൻസ് ക്ലെയിം 700, അങ്ങനെ 300. സോ ഓൾ ദീസ് entries will come into play, but majorly നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈ രണ്ട് എൻട്രിയാണ്. സോ ഇതിൻ്റെ ഇടയിൽ ഇത് സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തേക്കാം. സോ ദാറ്റ് ഈസ് സിംഗിൾ എൻട്രി സിസ്റ്റം അല്ലെങ്കിൽ ട്രേഡിംഗ് ആൻഡ് P&L a loss which is either normal or abnormal വന്നു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യണം. ഇനി രണ്ടാമത് നമ്മൾക്ക് ഡെറ്റേഴ്സ് മെത്തേഡ് എടുക്കാം. ഡെറ്റേഴ്സ് മെത്തേഡിൽ let us just see the format of a debtors method. Debtors method in the format ഇവിടെ നോക്കിയാൽ നമ്മൾക്കറിയാം, we are ultimately preparing just one single ledger, and by preparing that single ledger we are going to directly arrive at the net profit that gets transferred to general P&L. So which means trading and P&L format ഒന്ന് നോക്കി പറയാം. ട്രേഡിങ്ങിലെ എല്ലാ ട്രാൻസാക്ഷൻസും എഴുതി ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ച്, ഗ്രോസ് പ്രോഫിറ്റ് എങ്ങോട്ടേക്ക് കൊണ്ടുവന്നു? P&L-ലേക്ക് കൊണ്ടുവന്ന് എല്ലാ ഇൻഡയറക്റ്റ് ഇൻകവും എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസും റെക്കോർഡ് ചെയ്തതിന് ശേഷമുള്ള ഒരു പ്രോഫിറ്റ് എന്താണോ ആ പ്രോഫിറ്റ് നമ്മൾക്ക് ഡയറക്റ്റ്ലി കിട്ടുകയാണ് വിതൗട്ട് ആക്ച്വലി ഗോയിങ് ത്രൂ ഓൾ ദിസ് സീക്വൻസ്, വിച്ച് മീൻസ് വി ആർ ഗോയിങ് ടു ഗെറ്റ് എ നെറ്റ് പ്രോഫിറ്റ് after adjusting even the abnormal loss. Abnormal loss ന്റെ ആ ആക്ച്വൽ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിന്റെ 300 രൂപ ശരിക്കുമുള്ള നഷ്ടവും കൂടെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫിഗർ നമ്മൾക്ക് കിട്ടുകയാണ് ഇൻ ഡെറ്റേഴ്സ് മെത്തേഡ്. സോ ഡെറ്റേഴ്സ് മെത്തേഡിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റിന് എന്തായാലും എന്ത് അഫക്റ്റ് ചെയ്യാൻ പാടില്ല? നോർമൽ ലോസ് ഇപ്പോൾ അഫക്റ്റ് ചെയ്യേണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. ആൻഡ് ഡെറ്റേഴ്സ് അക്കൗണ്ടിലും സ്പെസിഫിക്കലി അഫക്റ്റ് ആവില്ല, ബിക്കോസ് ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും തമ്മിലൊരു ബൈഫിക്കേഷനേ ഇല്ല. അപ്പോൾ ഇത് എടുത്ത് എഴുതേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത് ഗ്രോസ് പ്രോഫിറ്റിനെ ഇത് ബാധിക്കരുത്, നെറ്റ് പ്രോഫിറ്റിനെ ബാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ട്രേഡിങ്ങിൽ നിന്ന് എടുത്തു മാറ്റി P&L-ലേക്ക് കൊണ്ടിടുകയാണ്. അപ്പോൾ രണ്ട് പ്രോഫിറ്റും തമ്മിൽ ഒരു ഡിഫറൻസ് ഇല്ല. ഇതെല്ലാം ഒറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ is there any requirement of having a journal entry? No. So debtors method doesn't have any entry for normal loss. Now, does debtors method have any entry for abnormal loss? വീണ്ടും അബ്നോർമൽ ലോസിലേക്ക് വരിക. എല്ലാ ലോസിൻ്റെയും അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞ് കിട്ടുന്ന ഒരു നെറ്റ് പ്രോഫിറ്റ് ആണ് നമ്മൾക്ക് ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ഡയറക്റ്റ്ലി കിട്ടുന്നത്, ഇതൊന്നും റെക്കോർഡ് ചെയ്യാതെ തന്നെ. അതായത് അബ്നോർമൽ ലോസിന്റെ എഫക്റ്റും കൂടെ കയറിപ്പോയ ഒരു ലാഭമാണ് നമ്മൾക്ക് കിട്ടുന്നത്. സോ ആ ലാഭത്തിലേക്ക് ഇനി വീണ്ടും ഒരു അബ്നോർമൽ ലോസ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു ബാലൻസിങ് ഫിഗർ ആണ് മറ്റൊരു രീതിയിൽ നമ്മൾക്ക് അറൈവായി കിട്ടിയിരിക്കുന്നത്. So therefore debtors method in case of abnormal loss also doesn't have any entry. Yeah. So debtors method is very easy to remember. Normal loss vannalum abnormal loss vannalum no entry. Pinne no entry evideyanuള്ളത്? Normal loss for trading account preparation. Yeah. Abnormal loss under trading account ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള journal entries നെ കുറിച്ച് ഓർക്കുക. So that leaves us with stock and debtors method, which is comparatively bit complex than the other two
മെത്തേഡ്സ്. കാരണം ഇതിൽ കുറച്ചും കൂടെ ലെഡ്ജേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒത്തിരി കോംപ്ലിക്കേഷൻ ഒന്നും നമ്മൾക്ക് അറിയാവുന്ന ലെഡ്ജറൊക്കെ തന്നെയാണ് പലതും. എന്നാൽ 1-2 ലെഡ്ജേഴ്സ് പുതിയതായിട്ട് നമ്മൾ ഈ മെത്തേഡിൽ പഠിക്കുന്നുണ്ട്. സോ ആസ് വി ഹാഡ് ഡിസ്കസ്ഡ് under stock and debtors method, or as we have already learned about stock and debtors method, the first thing that we talked about in branch stock എന്തായിരുന്നു? ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറയുന്ന അക്കൗണ്ടിൽ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെ ട്രാൻസാക്ഷൻ ആണ് വരേണ്ടത്? എവറി ട്രാൻസാക്ഷൻ ദാറ്റ് ഗെറ്റ്സ് or that has an impact of movement in stock. സ്റ്റോക്കിൽ മൂവ്മെന്റ് സംഭവിക്കുന്ന, ഫിസിക്കലി മൂവ്മെന്റ് സംഭവിക്കുന്ന, അല്ലെങ്കിൽ സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷനും എവിടെ റെക്കോർഡ് ചെയ്യണം? ബ്രാഞ്ച് സ്റ്റോക്കിൽ റെക്കോർഡ് ചെയ്യണം. So branch stock, even though we don't have the ledger presentation, branch stock il namakku nokkiyal ariyam debit side il head office ninnu koduthu vitta goods inde list, their invoice price, ഡെറ്റേഴ്സ് എന്തെങ്കിലും സെയിൽസ് റിട്ടേൺ നടത്തിയിട്ടുണ്ടെങ്കിൽ അത്, ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ക്യാഷ് സെയിൽ വരും, ക്രെഡിറ്റ് സെയിൽ വരും, സെയിൽസ് റിട്ടേൺ, അതെല്ലാം അഫക്റ്റ് ആയി റെക്കോർഡ് ആവുന്ന ഒരു ലെഡ്ജറാണ് ബ്രാഞ്ച് സ്റ്റോക്ക്. സോ ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് വെച്ചാൽ സ്റ്റോക്കിന് എപ്പോഴൊക്കെ മൂവ്മെന്റ് വരുമോ അല്ലെങ്കിൽ സ്റ്റോക്കിന് എപ്പോഴൊക്കെ ഒരു മോണിറ്ററി എഫക്റ്റ് വരുമോ അതെല്ലാം റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ലെഡ്ജറാണ് ബ്രാഞ്ച് സ്റ്റോക്ക്. So it is linked to quantity involved in stock also. For that reason, stock and debtors method normal loss and or entry ഉണ്ട്. Now how can we say about, or what can we say about normal loss? So branch stock account ഒന്ന് quickly പറയാം. branch stock account ൽ opening balance കാണും, which is nothing but the opening stock. Closing balance കാണും, which is nothing but the closing stock. Then you will have many other entries in the present period. Goods sent from head office, loading, പിന്നെ നമ്മൾ ക്യാഷ് സെയിൽ നടത്തുന്നു, ക്രെഡിറ്റ് സെയിൽ നടത്തുന്നു, ഇതെല്ലാം റെക്കോർഡ് ചെയ്യും. അതായത് സ്റ്റോക്കിനെ എഫക്റ്റ് ചെയ്യുന്ന എല്ലാം റെക്കോർഡ് ചെയ്യും. every movement. So if you see branch stockil നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് എത്ര ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വന്നു അല്ലെ ബ്രാഞ്ചിലേക്ക് വന്നു അതിൻ്റെയൊക്കെ മോണിറ്ററി അമൗണ്ട്സ് ആണ്. കോസ്റ്റ് പ്രൈസ് ഓർ ഇൻവോയ്സ് പ്രൈസ്, വാട്ട് എവർ ദി കേസ് മേ ബി. അപ്പോൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നതിന് എല്ലാത്തിനും ഒരു physical quantity ആയിട്ട് ലിങ്ക് ഉണ്ട്. For that reason, when you do not have നോർമലി ലോസ്റ്റ് ആയ കുറച്ച് ക്വാണ്ടിറ്റി നിങ്ങൾക്കുണ്ട് അല്ലേ, നമ്മൾ ഇവാപ്പറേഷനോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ചീഞ്ഞു പോയതോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഡെബിറ്റ് സൈഡിലുള്ള എല്ലാം കൂടെ കൂട്ടി 1 കിലോ ആയിരുന്നു എന്ന് വെക്കാം. ബട്ട് വെൻ യു വെർ സ്റ്റാർട്ടിങ് ടു സെൽ അല്ലെങ്കിൽ വിറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് സ്റ്റോക്ക് ഒക്കെ എടുക്കാറായപ്പോഴാണ് റിയലൈസ് ചെയ്ത് കുറേയൊക്കെ ചീഞ്ഞു പോയി. അങ്ങനെ പോയത് ഇസ് എ നോർമൽ ലോസ്. ബട്ട് ക്യാൻ യു സെൽ ഇറ്റ്? Imagine that was 200 grams. 200 grams vegetable perish ആയിപ്പോയി, അതിനെ വിൽക്കാൻ പറ്റില്ല. So can you sell it? No. So debit സൈഡിൽ അതിൻ്റെ കോസ്റ്റ് ഉണ്ടായിരുന്നു, ക്രെഡിറ്റ് സൈഡിൽ അത് വിൽക്കാൻ പറ്റാത്ത കാരണം സെയിൽസിൽ അത് വന്നിട്ടില്ല. ഇനി അത് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് പറയാൻ പറ്റുമോ? ഇല്ല, ചീഞ്ഞു പോയതാണ്. ചീഞ്ഞു പോയതാണ്. അപ്പം നമ്മൾക്കത് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് എഴുതാൻ പറ്റില്ല. കാരണം ക്ലോസിംഗ് സ്റ്റോക്കിൽ നമ്മൾ എഴുതുന്നത് എന്താണ്? എനിക്ക് അടുത്ത ഫൈനാൻഷ്യൽ ഇയറിൽ വിൽക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇഫ് ഇറ്റ് ഈസ് ഓൾറെഡി പെരിഷ്ഡ് ആൻഡ് യു നോ ദാറ്റ് യു ആർ അൺഎബിൾ ടു സെൽ ഇറ്റ്, will you include it in the closing stock? No. Which means you will have a shortage in the quantity section. 200 grams ഡെബിറ്റ് സൈഡിൽ വാങ്ങിച്ചതിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ ക്രെഡിറ്റിൽ അത് എലിമിനേറ്റ് ആയി പോയത് എങ്ങനെയാണെന്ന് നമ്മൾ കാണിക്കുന്നില്ല. For that reason, ബ്രാഞ്ച് സ്റ്റോക്കിൽ ആ ക്വാണ്ടിറ്റിയുടെ മൂവ്മെന്റ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിലുള്ള എഫക്റ്റ് കാണിക്കാൻ യു വിൽ ഹാവ് എൻ എൻട്രി ഫോർ നോർമൽ ലോസ്. ബട്ട് നോർമൽ ലോസ്, ആസ് വി ഓൾറെഡി സെഡ്, ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഇസ് ഗോയിങ് ടു happen to every business person dealing in that particular പ്രോഡക്റ്റ്. അതുകൊണ്ട് അത് ഗ്രോസ് പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യേണ്ട ഒരു നഷ്ടമാണ്, എല്ലാവർക്കും വരുന്ന ഒരു നഷ്ടമാണ്. ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ് സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡിൽ ഏത് ലെഡ്ജറിൽ നിന്നാണ് നമ്മൾക്ക് കിട്ടുന്നത്? വി ഗെറ്റ് ഇറ്റ് ഫ്രം ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. സോ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റിന് എന്ത് ബാലൻസ് ആണ് ഉണ്ടാവുക? ഒരു ക്രെഡിറ്റ് ബാലൻസ് ആണ്.
നോർമൽ ലോസ് നമ്മൾക്ക് ലാഭമല്ല, നഷ്ടമാണല്ലോ. അപ്പോൾ ഓപ്പോസിറ്റ് എഫക്റ്റ്. സോ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് ഗ്രോസ് പ്രോഫിറ്റ് തരേണ്ട അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവേണ്ടതെങ്കിൽ ഈ ലോസ് എങ്ങനെ റെക്കോർഡ് ചെയ്യും? ബൈ ഡെബിറ്റിംഗ് ദാറ്റ് ലെഡ്ജർ. ആൻഡ് whom should you credit? You should credit the account in which the effect of the 200 gram loss should be recorded, which is nothing but branch stock. And at what price you should record the normal loss? At invoice price. Why at invoice price? Because branch stock il nammal ellam record cheyyunnathu edu price ilana? Invoice price ilana. Appo eliminate cheyyendadum invoice price ilana. And full cost ലാഭവും എല്ലാം അഡ്ജസ്റ്റ് ആവേണ്ടത് എവിടെ നിന്നാണ്? നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നാണ്. പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ആവേണ്ട ഈ കോസ്റ്റിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. നോർമൽ ലോസ് ആണെങ്കിൽ ഇവിടെ ഇൻക്ലൂഡ് ആവുന്ന കോസ്റ്റ് പ്രൈസ് അഡ്ജസ്റ്റ് ആവേണ്ടത് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നാണ്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന ഫിഗർ കോസ്റ്റ് പ്രൈസ് അല്ല, ഇൻവോയ്സ് പ്രൈസ് ആണെങ്കിലോ ഇൻവോയ്സ് പ്രൈസ് തന്നെയാണ് നമ്മൾ എലിമിനേഷൻ നടത്തേണ്ടത്. സോ ഇത് നിങ്ങൾ പഠിച്ച കോസ്റ്റ് പ്രൈസിൽ നിന്നുള്ള എക്സ്ട്രീം ഡിഫറെൻ്റ് ഒരു കോൺസെപ്റ്റ് ഒന്നുമല്ല ഇൻവോയ്സ് പ്രൈസ്. ഇൻവോയ്സ് പ്രൈസിൽ നമ്മൾ എലിമിനേഷൻ നടത്തുന്നത് ആ അക്കൗണ്ടിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റോക്കിന്റെ വർത്ത് ഇസ് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. അപ്പോൾ എലിമിനേറ്റ് ചെയ്യേണ്ടത് ഏത് പ്രൈസിലാണോ കിടക്കുന്നത് ആ പ്രൈസിൽ ആയിരിക്കും. സോ അറ്റ് ഇൻവോയ്സ് പ്രൈസ്. ദാറ്റ് ഇസ് സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡ്. നൗ ലെറ്റ് us come to abnormal loss and under stock and debtors method. So abnormal loss നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. It shouldn't affect my gross profit. Yeah, if it shouldn't affect my gross profit, what are the ledgers that are going to get included in this abnormal loss in the entry? First of all, we know for sure that abnormal loss നമ്മളുടെ കയ്യിൽ കുറെ നഷ്ടം വന്നാണ് അല്ലെ. ഈ എക്സാമ്പിൾ സെയിം എടുക്കുക. 200 ഗ്രാം പെരിഷ് ചെയ്ത് പോയ പച്ചക്കറിയാണെന്ന് വിചാരിക്കാം. ബട്ട് ആൻ ആക്സിഡന്റ് ഒക്കേർഡ്, അല്ലെങ്കിൽ തീ പിടിച്ചോ വെള്ളപ്പൊക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു അബ്നോർമൽ ലോസിന് റീസൺ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ അസ്യൂം ചെയ്തോളുക. അതിൽ 300 ഗ്രാം അങ്ങനെ നഷ്ടപ്പെട്ടു. വളരെ ചെറിയ അമൗണ്ട്സ് ഒക്കെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കാര്യം മനസ്സിലാൻ വേണ്ടി മാത്രമാണ്. സോ 300 ഗ്രാം നഷ്ടപ്പെട്ടത് അബ്നോർമൽ ലോസ് വഴിയാണ്. നൗ യു ഹാവ് റെക്കോർഡഡ് ദ ഡെബിറ്റ് സൈഡ് വിത്ത് 1 kg വർത്ത് എഴുതിയിട്ടുണ്ട്. ക്രെഡിറ്റ് ചെയ്തതിൽ നോർമൽ ലോസിനെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി 200 ഗ്രാം എഴുതി. അപ്പോൾ ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലായിട്ടും ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ടും ഐഡിയലി എത്ര കാണിക്കണം? ബാക്കി 800 ഗ്രാം കാണിക്കണം. പക്ഷെ അന്നേരപ്പോഴാണ് യു ഹാവ് കം അക്രോസ് ദിസ് അബ്നോർമൽ ലോസ്. ദാറ്റ് ശരിക്കും 500 ഗ്രാം ഇതെല്ലാം കൂടി ഉള്ളൂ. അതായത് ക്ലോസിംഗ് ഒരു 100 ഗ്രാം ബാക്കിയുണ്ട്. ക്രെഡിറ്റ് സെയിലും ക്യാഷ് സെയിലും ആയിട്ട് എത്ര വിറ്റിട്ടുണ്ട്? 400 grams. So totally on credit side you are showing stock of worth only 700 grams. That 300 gram is not recorded, which means you have to reduce the quantity also from branch stock to the extent of this abnormal loss. അതായത് ബ്രാഞ്ച് സ്റ്റോക്കിനെ ക്രെഡിറ്റ് ചെയ്യണം. So branch stock will be credited. At what price? ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഏത് പ്രൈസ് ആണ്? ഡെബിറ്റ് സൈഡിൽ എല്ലാം കിടക്കുന്നത് ഇൻവോയ്സ് പ്രൈസ് ആണ്. അപ്പോൾ എലിമിനേറ്റ് ചെയ്യേണ്ടതും ഏത് പ്രൈസിലായിരിക്കും? അറ്റ് ഇൻവോയ്സ് പ്രൈസ്. സോ ക്രെഡിറ്റ് നമ്മൾക്ക് മനസ്സിലായി. ഇനി ഡെബിറ്റ് ആരെയാണ് ചെയ്യേണ്ടത്? അബ്നോർമൽ ലോസ് ഗ്രോസ് പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ആരെയാണ് അത് അഫക്റ്റ് ചെയ്യേണ്ടത്? നെറ്റ് പ്രോഫിറ്റിനെ. Therefore we can say that this should affect only abnormal loss should affect my P&L account directly. നമ്മൾക്ക് ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഒന്നും ഇല്ലാത്ത കാരണം ഡയറക്ട്ലി P&L-നെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് പറയാം. സോ ഒന്നെങ്കിൽ we can say branch P&L account debit, പക്ഷെ കുറച്ചും കൂടെ ബെറ്റർ പ്രസന്റേഷൻ ആയിട്ട് എല്ലാ എക്സ്പെൻസുകളും എഴുതുന്ന കൂട്ടത്തിൽ ഞാൻ എന്ത് ലോസിനെ കുറിച്ചും കൂടി എഴുതും? അബ്നോർമൽ ലോസിനെ കുറിച്ചും കൂടി എഴുതും അലോങ് വിത്ത് എക്സ്പെൻസ് ലിസ്റ്റ്. അപ്പോൾ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ്. Why have I chosen this branch expense account? Ultimately branch expense എങ്ങോട്ടേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നതാണ്? ബ്രാഞ്ച് P&L-ലേക്ക്. സോ ഡയറക്ട്ലി ബ്രാഞ്ച് P&L എഴുതാം, അല്ലെങ്കിൽ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ത്രൂ വേണമെങ്കിലും എഴുതാം. അത് അൾട്ടിമേറ്റ്ലി P&L-ലേക്കായിരിക്കും
പോകുന്നത്. So what amount should you debit in branch expense? You should debit the actual loss. ശരിക്കും വന്ന നഷ്ടമാണ് നമ്മളിവിടെ ബ്രാഞ്ച് എക്സ്പെൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്തത്. അതായത് ഈ എക്സാമ്പിളിൽ 300 രൂപയാണ് ഇവിടെ നമ്മൾ കാണിക്കേണ്ടത്. Now the other thing what we have to remember is when you eliminated branch stock at invoice price, you also had to eliminate one other thing. What was that? That was the loading included. Sorry. Debit. Why is this done? നമ്മൾക്ക് സാധനമെല്ലാം കിട്ടുമ്പോൾ ബ്രാഞ്ച് സ്റ്റോക്കിൽ നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്? ജേർണൽ എൻട്രി നോക്കി, ഗുഡ്സ് ഹെഡ് ഓഫീസിന്റെ കയ്യിൽ നിന്ന് കിട്ടും. ബ്രാഞ്ച് സ്റ്റോക്കിനെ ഇൻവോയ്സ് പ്രൈസ് ക്രെഡിറ്റ് ചെയ്തു. ഏതൊക്കെ ലെഡ്ജർ ഉപയോഗിച്ച്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് കോസ്റ്റ് പ്രൈസും പിന്നെ ആ പ്രോഡക്റ്റിൽ അടങ്ങിയിരിക്കുന്ന ലോഡിങ്ങും കൂടെ ചേർത്ത്. ആ ലോഡിങ് എങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത്? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ്. When it is a loss, ultimately you have only suffered the cost price in the loss. അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി എത്ര തന്നിട്ടുണ്ടോ അതും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലോസ്. ബട്ട് ജനറലി അബ്നോർമൽ ലോസ് എന്ന് നമ്മൾ പറഞ്ഞ് സിംഗിൾ എൻട്രിയിലാണ് പറഞ്ഞത് എലിമിനേഷൻ നടക്കേണ്ടത് ഏത് പ്രൈസിലാണെന്നാണ്? കോസ്റ്റ് പ്രൈസിൽ. പക്ഷേ ഇവിടെ എലിമിനേഷൻ കോസ്റ്റ് പ്രൈസിൽ അൾട്ടിമേറ്റ്ലി നടക്കണമെങ്കിലും ബ്രാഞ്ച് സ്റ്റോക്കിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇൻവോയ്സ് പ്രൈസ് ആണ്. സോ ആദ്യമേ നമ്മൾ എന്ത് ചെയ്തു? ആ ബ്രാഞ്ച് സ്റ്റോക്കിൽ നിന്ന് ഇൻവോയ്സ് പ്രൈസ് എലിമിനേറ്റ് ചെയ്യുകയാണ്. When these goods were received by the branch, നമ്മൾ ആ ഇൻവോയ്സ് പ്രൈസ് റെക്കോർഡ് ചെയ്തത് ലോഡിംഗ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റിലേക്കും വിട്ടും ബാക്കി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിലേക്ക് കോസ്റ്റ് പ്രൈസും വിട്ടാണ്. അപ്പോൾ when you are eliminating, you have to eliminate the loading from branch adjustment wherein it was originally recorded. കിട്ടിയപ്പോൾ എവിടെ ലോഡിംഗ് റെക്കോർഡ് ചെയ്തോ അവിടുന്ന് വേണം ലോഡിംഗ് എടുത്തുകൊണ്ട് പോവാൻ. For that reason, ലോഡിംഗ് എലമെന്റിനെ നമ്മൾ എന്ത് ചെയ്യും? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് ആയി നിന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അതായത് ഈ സെക്കൻഡ് ലൈനിന്റെയും തേർഡ് ലൈനിന്റെയും നെറ്റ് എഫക്റ്റ് നോക്കിയേ. വി ആർ അൾട്ടിമേറ്റ്ലി അഡ്ജസ്റ്റിംഗ് ബ്രാഞ്ച് സ്റ്റോക്ക് അറ്റ് കോസ്റ്റ് പ്രൈസ്. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ സിംഗിൾ എൻട്രിയിലെ ആ ഡിസ്കഷനിലേക്ക് നമ്മൾ വന്നു. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് ലോഡിംഗ് അഡ്ജസ്റ്റ് ചെയ്തത് നമ്മൾ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇൻവോയ്സ് പ്രൈസ് ആണ്. അപ്പോൾ ഡെബിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഇൻവോയ്സ് പ്രൈസ് ആണെങ്കിൽ എലിമിനേറ്റ് ചെയ്യേണ്ടതും ഫ്രം ക്രെഡിറ്റ് സൈഡ് ആ ഇൻവോയ്സ് പ്രൈസ് ആണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇൻവോയ്സ് പ്രൈസ് ചൂസ് ചെയ്യുന്നത്. So when you debit the loading portion through branch adjustment, ഈ രണ്ട് ലൈൻ ഐറ്റത്തിന്റെയും നെറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ now branch stock is at the cost price. ഈ കോസ്റ്റ് പ്രൈസ് ആണ് എവിടെ നിന്ന് അഡ്ജസ്റ്റ് ആവണം എന്ന് നമ്മൾ പറഞ്ഞത്. I should get adjusted only from my net profit. So therefore all cost price will go to branch expense account or branch P&L. As നിങ്ങളുടെ ഏതാണോ presentation നല്ലതെന്ന് തോന്നുന്നു അതുപോലെ ചൂസ് ചെയ്തോളുക. We will route it through branch expense. So branch expenseലേക്ക് പോകുന്നു, അവിടെ P&Lലേക്ക് പോകുന്നു. ഇനി ഈ ബ്രാഞ്ച് എക്സ്പെൻസ് നമ്മൾ ആക്ച്വൽ ലോസ് എന്ന് ഇവിടെ പറഞ്ഞത്. ഇപ്പം ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും ക്ലെയിം കിട്ടുന്നുണ്ടെങ്കിൽ അതും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എഫക്റ്റ് ആണ് ഇവിടെ വരുന്നത്. സോ ഐ ഹോപ്പ് ദ തിയറി ഡിസ്കഷൻ ഇസ് അണ്ടർസ്റ്റുഡ്. ലെറ്റ് us take up a problem and try. ഇപ്പോൾ നമ്മൾ തിയറി പഠിച്ചു കഴിഞ്ഞാലും ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാൽ it will be much easier for us and all the three methods നമുക്കൊന്ന് മനസ്സിലാക്കാം. Most important method for treating normal loss and abnormal loss എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് എപ്പോഴും സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡാണ് രണ്ട് ലോസിന്. ബാക്കിയൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ട ഒന്നുമില്ല. നോ എൻട്രി അല്ലെങ്കിൽ അബ്നോർമൽ ലോസ് ടു ട്രേഡിംഗ് എന്നുള്ള ബേസിക് ആയിരിക്കും. പക്ഷേ ഈ ഒരു മെത്തേഡിൽ മാത്രമാണ് നമ്മൾ പഠിച്ചതിൽ നിന്ന് എൻറ്റയർലി ന്യൂ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ഈ എലിമിനേഷൻ നടത്തുന്നത്. So you can take this down and then let's move on to question number 11.
Dependent branches, normal and abnormal loss, heading goods are sent to branch at 25% profit on cost. Prepare necessary accounts in head office books. Opening stock at branch at cost to branch, goods sent to branch at invoice price, loss in transit at invoice price, pilferage at invoice price, normal loss at invoice price, closing stock at cost to branch, sales expenses. 3,000 was recovered from insurance company against loss in transit. So, ഇവിടെ ഏത് മെത്തേഡ് ഫോളോ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. സോ അതുകൊണ്ട് ഇവിടെ നമ്മൾക്ക് ഇപ്പോൾ പറഞ്ഞ ഡിസ്കഷൻ എല്ലാം ഒന്ന് തറവാകാൻ ഈ സെയിം പ്രോബ്ലം വി ആർ ഗോയിങ് ടു work out in all the three methods, debtor system, single entry. So let's start with debtors method. Debtors method il nammal record cheyyunnathu branch account ennu parayna single ledger upayogichana. Branch account. Branch account in opening il nammal record cheyyendadu eppozhum stock or any debtors or any cash. Stock undalle opening stock etra undu opening stock. Opening stock 10,000 and that is at cost to branch. Now branch account ഒക്കെ പഠിച്ചപ്പോൾ നമുക്കറിയാം we record all stock elements at the invoice price and തൊട്ട് അടുത്ത ഒരു എൻട്രി വഴിയാണ് നമ്മൾ അതിനെ കോസ്റ്റ് പ്രൈസിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. So therefore opening stock 10,000 cost to branch ആണ്. അപ്പോൾ ബ്രാഞ്ചിന് കിട്ടിയ കോസ്റ്റ് പ്രൈസ് ആണ് തന്നിരിക്കുന്നത്, which means is it the cost or invoice price? ഇത് ബ്രാഞ്ചിന്റെ കോസ്റ്റ് ആണ്. അപ്പോൾ ഹെഡ് ഓഫീസിന് ഇത് എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് ദ സെല്ലിംഗ് പ്രൈസ്. നോ ബട്ട് ഇഫ് ഇറ്റ് വാസ് നോട്ട് കോസ്റ്റ് ടു ബ്രാഞ്ച്, പക്ഷെ കോസ്റ്റ് ടു ഹെഡ് ഓഫീസ് ആയിരുന്നെങ്കിലോ നമ്മളിവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുമ്പോൾ ഡയറക്റ്റ്ലി 10,000 അല്ല എഴുതേണ്ടത്. 10,000 എങ്ങോട്ടേക്ക് കൊണ്ടുവരണം? ബ്രാഞ്ചിലേക്ക് കൊടുത്തുവിട്ട ഇൻവോയ്സ് പ്രൈസിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് വേണം റെക്കോർഡ് ചെയ്യാൻ. പക്ഷെ ഇവിടെ കോസ്റ്റ് ടു ബ്രാഞ്ച് എന്ന സെന്റൻസ് തന്നിരിക്കുന്നത് നമ്മൾക്കൊരു കൺഫ്യൂഷനും കൂടെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു നമ്മൾ എക്സാമിന് ഫേസ് ചെയ്യുമ്പോൾ വി മൈറ്റ് എൻഡ് അപ്പ് ഇന്റർപ്രറ്റിംഗ് ഇറ്റ് ഇൻ എ റോങ് വേ. അപ്പോൾ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിക്കുക. കോസ്റ്റ് ആർക്കാണ്? ബ്രാഞ്ചിനാണ്. ബ്രാഞ്ചിന് അത് കോസ്റ്റ്. ബ്രാഞ്ചിന് ഇപ്പം ഹെഡ് ഓഫീസ് 100 രൂപ അഡീഷണൽ ലാഭം ഇട്ട് കൊടുത്താലും എത്ര രൂപയ്ക്ക് വാങ്ങിച്ചാലും അത് ബ്രാഞ്ചിന്റെ കോസ്റ്റ് ആണ്. പക്ഷെ നമ്മൾ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത് ആരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ്? ഫ്രം ദ ഹെഡ് ഓഫീസ് പോയിന്റ് ഓഫ് വ്യൂ അവർ വാങ്ങിച്ചതിൽ നിന്നും ഇത്ര ശതമാനം കൂടെ ലാഭം ഇട്ട് കൊടുത്തു, അതിനെയാണ് ഇൻവോയ്സ് പ്രൈസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. So this cost to branch is nothing but invoice price of head office. Therefore opening stock 10,000. Yeah. So we have recorded that. Next is goods sent to branch, closing stock. Debtors ne kurichonnum parayunnilla alle. So opening stock mathram opening balance aayittu undayirunnallu. Immediately endu cheyanam nammal? Restore back the stock reserve that you had eliminated last year by crediting branch account opening stock. Now what was the amount? 10,000 rupees on invoice price. Now what is the profit? Invoice price എത്രയാണ് നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻവോയ്സ് പ്രൈസ് ഇസ് 25% profit on cost. അതായത് കോസ്റ്റ് ആണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. So cost plus profit. So when the question talks about cost or basis as cost, അതിനെയാണ് നമ്മൾ 100 ആയിട്ട് അസ്യൂം ചെയ്യേണ്ടത്. So 25% on cost is 25 rupees. So invoice price is 25. Yeah. So which means stock reserve എത്രയാണ്? Profit amount is 25 and total invoice price is 125. നമ്മൾക്കുള്ള ഈ 10,000 is nothing but the invoice price for the head office. So therefore അതിൽ അടങ്ങിയിരിക്കുന്ന stock reserve കണ്ടുപിടിക്കാൻ 10,000 into 25 divided by 125, which is 2,000 rupees. Yeah. So now by showing the stock reserve, you have brought down this opening stock to its original cost, to the business also, not to branch, to the entire business. So aditha entry kai adutha goods sent to branch at invoice price.
ഞാൻ ഷോർട്ട് ഫോം എഴുതുകയാണ്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അറ്റ് ഇൻവോയ്സ് പ്രൈസ് 40,000. ഇനി തിരിച്ച് ഗുഡ്സ് എന്തെങ്കിലും റിട്ടേൺ വരുന്നുണ്ടോ? ഒന്നും താഴെ വരുന്നില്ല. So therefore you can immediately eliminate the loading. So same ledger നമ്മൾ യൂസ് ചെയ്യും. Goods sent to branch, removal of loading. 40,000 into 25 divided by 125. 8,000 rupees. So which means head office നിന്ന് കൊടുത്തു വിട്ട ഗുഡ്സിന്റെ ഒറിജിനൽ കോസ്റ്റ് 32 മാത്രമേ ഉള്ളൂ. So we have recorded that. ഇനി അടുത്തത് loss in transit. It is nothing but an abnormal loss. Should we record under debtors method for abnormal loss? No entry. So skip that line item. അടുത്തത് pilferage. That is also an abnormal loss. Should we do anything under debtors method? No, leave it as it is. അടുത്തത് normal loss. Normal loss debtors method ആണെങ്കിലോ any entry? No entry. ഇതിന്റെ ഡിസ്കഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞാണ് എന്തുകൊണ്ട് എൻട്രി ഒന്നും ഇല്ല എന്നുള്ളത്. So this normal loss also you should keep silent. So ഈ മൂന്ന് എൻട്രിയും അല്ലെങ്കിൽ മൂന്ന് ലൈൻ ഐറ്റവും ഡെറ്റേഴ്സ് മെത്തേഡ് ആണെങ്കിൽ നമ്മൾ എഴുതേണ്ട കാര്യമില്ല, അങ്ങനെ സ്കിപ്പ് ചെയ്താൽ മതി. ഇനി അടുത്ത നമുക്ക് എഴുതാം ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് കോസ്റ്റ് ടു ബ്രാഞ്ച്. By balance carry down. How much is it? 12,000. That also, if you see, that also is given as closing stock at cost to branch. Branch in cost price anengil, this is the invoice price at which head office has given these goods to branch. Appo 12,000 is invoice price anengil adil ninnu nammalku endu eliminate cheyam? We can eliminate the stock reserve under this closing stock. So 12,000 invoice price anengil adil adangirikkunna stock reserve etrayanu into 25 divided by 125. 2,400. Okay. So the stock closing stock inde sherikum original cost etra ullayanu 9,600. So we have recorded closing stock also. Ini namukku record cheyanullathu endana 60,000 sales ഉണ്ട്, പിന്നെ expenses ഒരു 8,000 നടത്തി. ഇനി 3,000 ഇൻഷുറൻസ് കമ്പനിയുടെ റിക്കവർ ചെയ്തിരുന്നു ലോസ് ഇൻ ട്രാൻസ്ഫർ. Now debtors method, if you remember, debtors method il നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് only those transactions that happen among head office and branch. ഇവിടെ സെയിൽസ് outside customer ആയിട്ട് നടത്തിയതായിരിക്കും. But how does it get placed in debtors method branch account? You will treat the sales as if it is a cash sale അല്ലെങ്കിൽ credit sale ആയിട്ട് assume ചെയ്തിട്ട് financial year തീരുന്നതിന് മുൻപ് എല്ലാ ഡെറ്റേഴ്സും ക്യാഷ് തന്നു എന്ന് വിചാരിക്കുക. Why is that? അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു എക്സ്പെൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു ചെലവുണ്ടല്ലേ, ആ ചെലവ് നടത്താനുള്ള പൈസ ഹെഡ് ഓഫീസ് നമ്മൾക്ക് തരുന്നതായിട്ട് മേലെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അതായത് ഈ എക്സ്പെൻസ് 8,000 രൂപ ആര് പൈസ കണ്ടെത്തണം? ബ്രാഞ്ച് തന്നെ കണ്ടെത്തണം. അപ്പൊ ബ്രാഞ്ചിന് ഓപ്പണിംഗ് ക്യാഷ് ഒന്നും ഉള്ളതായിട്ടും പറയുന്നില്ല. അപ്പൊ ക്യാഷ് കിട്ടാനുള്ള വഴി എന്ത് മാത്രമേ ഉള്ളൂ? ഈ സെയിൽസ് മാത്രം. Therefore we assume the sales to be a cash sale. അപ്പൊ ക്യാഷ് സെയിൽ 60,000 കിട്ടിയാൽ അതിൽ നിന്ന് ചെലവിന് വേണ്ടി എത്ര മാറ്റി വെക്കാം, അല്ലെങ്കിൽ ചെലവ് എത്രയാക്കാം? 8,000 രൂപ ചെലവാക്കി. ഇനി അതിൻ്റെ കൂടെ ഒരു 3,000 രൂപ ഇൻഷുറൻസ് കമ്പനി വീണ്ടും നമ്മുടെ ക്യാഷിലേക്കോ ബാങ്കിലേക്കോ കൊണ്ട് തരികയാണ്. അപ്പോൾ ഈ മൂന്ന് ട്രാൻസാക്ഷനും are going to affect my cash and bank balance. Now how does it get placed in branch account? ക്യാഷ് ആൻഡ് ബാങ്കിനെ അഫക്റ്റ് ചെയ്യുന്ന ബാലൻസ് ക്ലോസിങ്ങിൽ വെക്കണമെന്ന് നമ്മളോട് ക്വസ്റ്റ്യൻ ഒരിടത്തും പറയുന്നില്ല. ജനറലി
ക്യാഷ് എത്ര മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ക്ലോസിങ്ങിൽ പറഞ്ഞാണ് നമ്മൾ റെക്കോർഡ് സാധാരണ ചെയ്യാറുള്ളത്. ഇപ്പം അവിടെ അങ്ങനെയൊന്നും പറയാത്ത സ്ഥിതിക്ക് ഈ ക്യാഷ് ഇൻ ബാങ്ക് അതും പ്രത്യേകിച്ച് ഡിപെൻഡൻറ്റ് ബ്രാഞ്ച് ആയിട്ടുള്ള ഒരാൾക്ക് സൂക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. ദേ ഷുഡ് ഹാവ് ഐഡിയലി റിട്ടേൺഡ് ഇറ്റ് ബാക്ക് ടു ദ ഹെഡ് ഓഫീസ്. സോ വി വിൽ ട്രീറ്റ് these 3 entries that are going to affect my cash in bank balance as remittance back to head office by ബ്രാഞ്ച്. ബ്രാഞ്ചിന് ഇതെല്ലാം പൈസ കിട്ടി, അതിൽ നിന്ന് കുറേ ചിലവാക്കി, അത് കഴിഞ്ഞിട്ടുള്ള മിച്ചം ബ്രാഞ്ച് എന്ത് ചെയ്തു? തിരിച്ച് ഹെഡ് ഓഫീസിലേക്ക് കൊടുത്തു വിട്ടു. യു ക്യാൻ ഈവൻ അസ്യൂം ഇറ്റ് ടു ബി ആസ് പാർട്ട് ഓഫ് യുവർ ക്ലോസിംഗ് ബാലൻസ്. ബട്ട് ജനറലി ഡിപെൻഡൻറ്റ് ബ്രാഞ്ച് അധികം ബാലൻസ് കയ്യിൽ സൂക്ഷിക്കാറില്ല. അതുകൊണ്ട് വി റിട്ടേൺ ഇറ്റ് ബാക്ക് ടു ഹെഡ് ഓഫീസ് പോലെ നമ്മൾ കാണിക്കുകയാണ്. സോ എൻട്രി എന്തായിരിക്കും? ബൈ ബാങ്ക് എന്നോ ക്യാഷ് എന്നോ എഴുതി നമ്മൾ ബ്രാക്കറ്റിൽ എന്ത് എഴുതും? റെമിറ്റൻസ് ടു ഹെഡ് ഓഫീസ്. Now what is the amount that is being sent back to head office? 60,000 രൂപ ക്യാഷ് സെയിൽ വഴി കിട്ടിയല്ലേ? 60,000. അപ്പോൾ ക്യാഷ് ബാലൻസ് അല്ലെ ബാങ്ക് ബാലൻസ് കൂടി. അതിൻ്റെ കൂടെ ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് ക്ലെയിം വന്നു. എത്ര രൂപ വന്നു? 3,000 രൂപ. ഇത് രണ്ടും എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിരുന്നു. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? എക്സ്പെൻസ് മീറ്റ് ചെയ്തത്. ഈ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പൈസയാണ് ഹെഡ് ഓഫീസിലേക്ക് തിരികെ കൊടുത്തത്. വിച്ച് മീൻസ് ഐ ഹാവ് റെമിറ്റഡ് ബാക്ക് 55,000 ടു ഹെഡ് ഓഫീസ്. സോ നൗ വി ഹാവ് റെക്കോർഡഡ് എല്ലാ ട്രാൻസാക്ഷൻസും വിച്ച് ഷുഡ് ഗെറ്റ് പ്ലേസ്ഡ് ഇൻ ബ്രാഞ്ച് അക്കൗണ്ട്. വിട്ടത് ഈ 3 എണ്ണം മാത്രമുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. So once we have recorded all transactions, let us find out the net profit. So the net profit is sorry, there was a presentation error here. Debit side I should have recorded too, but I have unfortunately recorded by correct edu. So to general P&L, net profit balancing figure, and the amount is 24,600. So debtors method follow either pull. We have got 24,600. Now let us do the same question under other two methods and check whether same answer ആണ് നമുക്ക് കിട്ടുന്നത്. ഏത് മെത്തേഡ് ഫോളോ ചെയ്താലും നമുക്ക് അൾട്ടിമേറ്റ്ലി കിട്ടേണ്ട ലാഭം ഒന്നായിരിക്കണം. ഇഫ് കറക്റ്റ് എൻട്രീസ് ഓർ കറക്റ്റ് എഫക്ട് വി ആർ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട്സ്. അപ്പോൾ അടുത്ത സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് ഓൾറെഡി അറിയാവുന്നത് മെമ്മറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് ഓർ മെമ്മറാണ്ടം അപ്രോച്ച്. Memorandum branch trading and capital account. Memorandum trading account il nammal paranjirunnu we record all stock, goods sent to branch, everything at the original cost price to the business or to the head office. അത് മാത്രമുള്ള വ്യത്യാസമായിട്ടുള്ള ഡെറ്റേഴ്സ് മെത്തേഡിലും സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡും അൾട്ടിമേറ്റ്ലി കോസ്റ്റ് പ്രൈസിലാണ് കാണിക്കുന്നത്. പക്ഷേ ഇനീഷ്യലി തുടങ്ങുമ്പോൾ ഇൻവോയ്സ് പ്രൈസിൽ കാണിച്ചിട്ട് അതിൻ്റെ ലോഡിംഗ് എലിമിനേഷൻ ആണ് നടക്കുന്നത്. സോ ഇവിടെ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000 ആണ് നമ്മൾക്ക് തന്നിരുന്നത്. 10,000 അത് ഇൻവോയ്സ് പ്രൈസ് ആണ് ടു ദ ഹെഡ് ഓഫീസ്. അതിനെ ഇനി കോസ്റ്റ് പ്രൈസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാ മെത്തേഡിലും ചെയ്യുന്ന കാരണം നമ്മുടെ എമൗണ്ട്സ് അവൈലബിൾ ആണ്. സോ യു ക്യാൻ ചെക്ക് ദീസ് എമൗണ്ട്സ് ആൻഡ് റെക്കോർഡ്. അപ്പോൾ നിങ്ങൾക്ക് സമയം ലാഭിക്കാം. അല്ല ഇത് ഇൻഡിപെൻഡൻ്റ്ലി ഏതെങ്കിലും ഒരു മെത്തേഡ് ചെയ്യാൻ പറഞ്ഞു വരികയാണെങ്കിൽ യു ഹാവ് ടു ടേക്ക് ഇൻ ദിസ് വേ. 10,000 is the invoice price. So divided by 125. I need to find the cost price. So 100. So 10,000 divided by 125 into 100, 8,000 rupees. അത് തന്നെയാണ് ഇപ്പോഴത്തെ തൊട്ട് മുൻപ് എഴുതിയിരിക്കുന്ന ലെഡ്ജറിൻ്റെ 10ഉം 2ഉം കൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ കിട്ടുന്നത്. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി. നെക്സ്റ്റ് ഇസ് ടു ഗുഡ്സ് സെൻറ്റ് ഫ്രം ഹെഡ് ഓഫീസ്.
that also we should record at the cost price. So 40,000 into 100 by 125, which is 32,000. So 32,000 എഴുതി. ഇനി loss in transit ഉണ്ട്, which is an abnormal loss. Pilferage is an abnormal loss. Normal loss. Normal loss, should you record anything under single entry system? No entry. So normal loss ne kurichu nammal onnum parayanda karyam. പക്ഷെ abnormal loss ആണെങ്കിലോ abnormal loss account debit to trading. അതായത് ട്രേഡിങ്ങിനെ ക്രെഡിറ്റ് ചെയ്യണം. abnormal loss ഏതൊക്കെയാണ്? ഈ 5000 2000. So how do we record that? We credit our trading account by abnormal loss. Sale ഒന്നും ഞാൻ റെക്കോർഡ് ചെയ്തില്ല, വന്ന ഓർഡറിലങ്ങ് എഴുതി പോകുന്നതേ ഉള്ളൂ. We only take loss in transit and the pilferage. So ഈ എമൗണ്ടുകൾ 7,000 ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. പക്ഷെ 7,000 തന്നിരിക്കുന്ന ഏത് പ്രൈസിലാണെന്ന് നോക്കി, ഇൻവോയ്സ് പ്രൈസിൽ. ഇൻവോയ്സ് പ്രൈസിൽ ആണോ അപ്പം നമ്മൾ എലിമിനേഷൻ നടത്തേണ്ടത്? അല്ല, എലിമിനേഷൻ നടത്തേണ്ട ടോട്ടൽ 7,000 വർത്തുള്ള ഇൻവോയ്സ് പ്രൈസ് വർത്തുള്ള സാധനങ്ങളാണെന്നാണ് പറയുന്നത്. പക്ഷേ എലിമിനേറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ്? ഡെബിറ്റ് സൈഡിൽ അതിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് നമ്മൾ എത്രയാണോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതാണ് എലിമിനേറ്റ് ചെയ്യേണ്ടത്. ഡെബിറ്റ് സൈഡിലുള്ളത് എല്ലാത്തിൻ്റെയും കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ ഇവിടെ അബ്നോർമൽ ലോസ് ആയിട്ട് എഴുതി തള്ളേണ്ടതും ഏത് പ്രൈസിലാണ്? അറ്റ് കോസ്റ്റ് പ്രൈസ്. സോ therefore abnormal loss, the cost price is 5,600. Yeah? So we have recorded abnormal loss record ചെയ്തു. നോർമൽ ലോസ് ഒന്നും റെക്കോർഡ് ചെയ്യാതെ ഈ കേസിലും സ്കിപ്പ് ചെയ്യണം. ഇനി അടുത്ത നമുക്ക് എന്താണുള്ളത്? ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് കോസ്റ്റ് ടു ബ്രാഞ്ച്, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. സോ നെക്സ്റ്റ് ഇസ് ബൈ ക്ലോസിംഗ് സ്റ്റോക്ക്. That also is at invoice price, convert it into cost price. $9,600. The next, sales 60,000, expenses 8,000, insurance company 3,000 recovery. അവസാനത്തെ രണ്ടെണ്ണം എക്സ്പെൻസും ഇൻഷുറൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് ഇൻകം ആണ്. സോ ഇറ്റ് വിൽ ഗോ ടു മൈ P&L. പക്ഷെ സെയിൽ 60,000 വിൽ ബി റെക്കോർഡഡ് ഇൻ മൈ ട്രേഡിംഗ് അക്കൗണ്ട് ബൈ സെയിൽസ് 60,000. Now we have recorded everything that is affecting my trading account. അപ്പോൾ നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കാം? We can arrive at the gross profit. How much is the gross profit? My gross profit is 35,200. We have to continue the P&L account also, കാരണം നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്കാണ് എത്താൻ ശ്രമിക്കുന്നത്. So by GP brought down 35,200. We have expenses എത്ര ഉണ്ടായിരുന്നു? 8,000 rupees. And then we have abnormal loss. Abnormal loss എങ്ങനെ നിങ്ങൾക്ക് കാണിക്കാം? Abnormal loss ട്രേഡിങ്ങിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് എത്രയാണ്? 5,600. അപ്പം മിനിമം 5,600 ഡെബിറ്റ് ചെയ്ത് കളയണം അല്ലേ? സോറി, മാക്സിമം. ശത്രുന്തര ആവണമെന്നല്ല, ബിക്കോസ് ഇവിടെ നമ്മൾക്കൊരു ഇൻഷുറൻസ് ക്ലെയിം കിട്ടി 3,000. So actual loss എത്രയേ ഉള്ളൂ? 2,600. Therefore, my net profit is equal to my net profit is equal to 24,600. Credit
ഒന്നും തന്നെ ഗ്രോസ് പ്രോഫിറ്റ് മാത്രം. ഡെബിറ്റിൽ 8,000 രൂപ എക്സ്പെൻസും അബ്നോർമൽ ലോസിൻ്റെ ആക്ച്വൽ ലോസ്. ഈ അബ്നോർമൽ ലോസിൻ്റെ പ്രസൻറ്റേഷനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നമ്മൾക്ക് ചെയ്യാം. ഒന്നെങ്കിൽ ഞാനിവിടെ കാണിച്ച പോലെ നെറ്റ് ലോസ് മാത്രം 2,600 കാണിക്കാം, അല്ലെങ്കിൽ ഫുൾ അബ്നോർമൽ ലോസ് 5,600 ഡെബിറ്റിലും ഇൻഷുറൻസ് ക്ലെയിം ഇൻഡയറക്റ്റ് ഇൻകം പോലെ ക്രെഡിറ്റിലും 3,000 കാണിക്കാം. അത് രണ്ടിൻ്റെയും കൂടെ നെറ്റ് എഫക്റ്റ് അപ്പോൾ 2,600. So if you can see any method we are going to follow, ആ മെത്തേഡിൽ പറഞ്ഞിരിക്കുന്ന നോർമൽ ലോസ് അബ്നോർമൽ ലോസ് ട്രീറ്റ് ചെയ്താൽ ഏത് പ്രോഫിറ്റിലേക്കാണ് എത്തുന്നത്? നെറ്റ് പ്രോഫിറ്റ് 24,600. ഇനി നെറ്റ് പ്രോഫിറ്റ് അല്ലേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഡെറ്റേഴ്സ് മെത്തേഡിന് ഗ്രോസ് പ്രോഫിറ്റ് ഇല്ല, നേരെ നെറ്റ് പ്രോഫിറ്റിലേക്ക്. അപ്പോൾ കമ്പയർ ചെയ്യുന്നത് ഏത് മാത്രമായിട്ടായിരിക്കും? ഈ നെറ്റ് പ്രോഫിറ്റും ഇതും കൂടെ കമ്പയർ ചെയ്ത് ചെക്ക് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ചെക്ക് പോയിന്റ്, വെദർ യു ഹാവ് കറക്റ്റ്ലി റെക്കോർഡ്. നൗ വി മൂവ് ഓൺ ടു ദ തേർഡ് വൺ, which is stock and debtors method. So stock and debtors method il namalku avashyamaayittulla korchu ledgers okke namalku record cheythu vekkam. Branch stock account, branch cash bank. ഇപ്പോൾ നമ്മൾ വായിച്ച എൻട്രീസിൻ്റെ ഒക്കെ ഏകദേശം വെച്ചിട്ട് നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള കുറച്ച് ലെഡ്ജേഴ്സ് ആണ്. ഇനി ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ലെഡ്ജേഴ്സ് കൂട്ടണമെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ് ഓൺ യുവർ ഓൺ. നെക്സ്റ്റ് ഇസ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്, then we have branch expenses account, branch P&L account, and finally goods sent to branch account. So let us read the question and record appropriately. Again, opening stock at branch, it costs to branch 10,000. അതായത് ഇൻവോയ്സ് പ്രൈസ്, അത് ബ്രാഞ്ച് സ്റ്റോക്കിലാണത് വരുന്നത് അല്ലേ, ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട്. സോ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 10,000. ഇതിലടങ്ങിയിരിക്കുന്ന, ഇതിപ്പോൾ ഇൻവോയ്സ് പ്രൈസിലാണ്, ഇതിലടങ്ങിയിരിക്കുന്ന സ്റ്റോക്ക് റിസർവ് നമ്മൾ എവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ യു ഹാവ് ടു ബ്രിങ് ബാക്ക് ദ സ്റ്റോക്ക് റിസർവ് or restore the profit of opening stock. So how much was the amount? 2,000. ഓൾറെഡി കമ്പ്യൂട്ടേഷൻ ഒക്കെ നടന്നാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും ഇവിടെ കമ്പ്യൂട്ടേഷൻ കാണിക്കുന്നില്ല. ബട്ട് ഇഫ് യു ആർ ഫോളോയിങ് ദിസ് മെത്തേഡ് ആസ് എ ഫ്രഷ് വൺ, ഇവിടെ നിങ്ങൾക്ക് കമ്പ്യൂട്ടേഷൻ ഇന്നർ കോളത്തിൽ കാണിക്കാം 2,000. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ സ്റ്റോക്ക് റിസർവും റെക്കോർഡ് ചെയ്തു. അടുത്തത് എന്താണ്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഇൻവോയ്സ് പ്രൈസ് 40,000. സോ അത് നമ്മൾക്ക് ഗുഡ്സ് ആൻഡ് കോസ്റ്റ് 32, ലോഡിങ് 8,000 ആണെന്നറിയാം. സോ അതുകൊണ്ട് വീണ്ടും കമ്പ്യൂട്ടേഷനിലേക്ക് ഞാൻ പോകുന്നില്ല. ബട്ട് യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇഫ് ഇറ്റ്സ് എ ഫ്രഷ് മെത്തേഡായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. സോ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 32,000 and to branch adjustment അക്കൗണ്ടിലേക്ക് എന്ത് മാത്രം നമ്മൾ അയക്കും? the loading portion alone 9. സോ ഈ എൻട്രി വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്രോപ്രിയേറ്റ്ലി ആ ലെഡ്ജേഴ്സും കൂടെ ഒന്ന് പോസ്റ്റിംഗ് ചെയ്യാം. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു ക്രെഡിറ്റ് വരും ബൈ ബ്രാഞ്ച് സ്റ്റോക്ക് 8,000 and goods sent to branch will be credited by branch stock 32,000. Now please see the next line item. That was loss in transit, which is an abnormal loss, and pilferage, which is an abnormal loss again. അപ്പോൾ രണ്ട് അബ്നോർമൽ ലോസ് ആണ്. അപ്പോൾ അത് രണ്ടിനെയും കൂടെ ഞാൻ കമ്പൈൻ ചെയ്താലും സെപ്പറേറ്റ് ചെയ്താലും തെറ്റൊന്നുമില്ല, എഫക്റ്റ് ഒന്നായിരിക്കും. So abnormal loss totally എത്രയുണ്ട്? ഇൻവോയ്സ് പ്രൈസ് 7,000. Now how do we adjust that?
we had already said that abnormal loss adjust ചെയ്യുമ്പോൾ ഇൻവോയ്സ് പ്രൈസിൽ കിടക്കുന്ന കാരണം ബ്രാഞ്ച് സ്റ്റോക്കിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുമ്പോഴും ഏത് പ്രൈസിൽ വേണം എലിമിനേറ്റ് ചെയ്യാൻ? ഇൻവോയ്സ് പ്രൈസിൽ. എന്നാൽ അതിൽ അടങ്ങിയിരിക്കുന്ന ആ ഇൻവോയ്സ് പ്രൈസിൽ അടങ്ങിയിരിക്കുന്ന ലോഡിംഗ് അൾട്ടിമേറ്റ്ലി പോവേണ്ടത് ലോഡിംഗ് ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ലെഡ്ജർ ഏതാണോ അവിടെ നിന്നാണ്. അത് ഏതായിരുന്നു? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ്. ബാക്കിയുള്ളത് മാത്രം എങ്ങോട്ടേക്ക് പോയാൽ മതി? ബാക്കിയുള്ളത് മാത്രം can go to branch expenses account, actual loss. Yeah. So entry will be branch stock il nammal credit nadathunu alle. So branch stock ilulla creditors by branch expenses. Now what was the amount that we get? 7,000 aanu invoice price, adine cost price ilekku convert cheyan. 100 into 125, which was 5,600. And then again by branch adjustment. If you want, you can write it in inner column so that I abnormal loss annalladonnu manasilavum. So 5,600 and 1,400. So angane total etra varum? ഇൻവോയ്സ് പ്രൈസ് 7,000. ഇത് എന്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? ദിസ് ഈസ് ഫുള്ളി അബൌട്ട് അബ്നോർമൽ ലോസ്. ദെൻ വി ഹാഡ് എ നോർമൽ ലോസ് ഓൾസോ അറ്റ് ഇൻവോയ്സ് പ്രൈസ് ഓഫ് 1,000. ഇനി നോർമൽ ലോസ് ആണ് നമ്മൾ നോർമൽ ലോസിന് ആകെപ്പാടെ എവിടെ മാത്രമേ എൻട്രി വരുന്നുള്ളൂ? സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡിൽ. എൻട്രി എന്താണ്? ഫുള്ളി ഇറ്റ് ഷുഡ് ഗെറ്റ് അഡ്ജസ്റ്റഡ് ഫ്രം മൈ ഗ്രോസ് പ്രോഫിറ്റ്. ഹെൻസ് ഫുൾ ഇൻവോയ്സ് പ്രൈസും എവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യണം? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റിൽ നിന്ന്. സോ 1000 രൂപയാണ് ഇൻവോയ്സ് പ്രൈസ് നോർമൽ ലോസിന്റെ കിടന്നിരിക്കുന്നത്. സോ ബ്രാഞ്ച് സ്റ്റോക്കിൽ അതെന്തായാലും കുറയണം, കാരണം അത്രയും യൂണിറ്റ് എൻ്റെ കയ്യിൽ ഇല്ല. സോ ബ്രാഞ്ച് സ്റ്റോക്കിനെ ക്രെഡിറ്റ് ചെയ്യണം. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ് എമൗണ്ട് ഡയറക്ട്ലി 1000 എഴുതിയാൽ മതി, ബൈഫിക്കേറ്റ് ഒന്നും ചെയ്യേണ്ട കാര്യം ഇല്ല. ദിസ് ഇസ് ഫോർ normal loss at the invoice price. Similarly, immediately go ahead and post it in branch adjustment. Branch adjustment, let us to branch stock normal loss 1,000. I had not recorded the opposite of abnormal loss in the entry post cheyidilla, adum kuda post cheyidekkan. So branch stock, sorry, normal loss is also eliminated. Abnormal AL 1,400. ആദ്യത്തെ എൻട്രി അങ്ങോട്ട് എഴുതുന്നതേ ഉള്ളൂ. ഈ എൻട്രിയുടെ പോസ്റ്റിംഗ് ഞാൻ കംപ്ലീറ്റ് ആക്കിയില്ലായിരുന്നു, അതിപ്പോൾ ചെയ്യാണ്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റിലേക്ക് 1,400 ഡെബിറ്റ് പോവും, ബ്രാഞ്ച് എക്സ്പെൻസിലേക്ക് 5,600. So to branch expense we will write to branch stock എന്ന് പറഞ്ഞു, and bracket you can show it as an abnormal loss 5,600. Abnormal loss ന്റെ ഓൾറെഡി എഴുതിയിരുന്നു. സോ നോർമൽ ലോസിന്റെ എഫക്റ്റും കാണിച്ചു, അബ്നോർമൽ ലോസിന്റെ എഫക്റ്റും കംപ്ലീറ്റ്ലി കഴിഞ്ഞു. ഇനി സാധാരണ ഒരു ക്വസ്റ്റ്യൻ പോലെ ബാക്കിയെല്ലാം ചെയ്തു പോയാൽ മതി. നെക്സ്റ്റ് ഇസ് ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് കോസ്റ്റ് ടു ബ്രാഞ്ച് സെയിൽസ് എക്സ്പെൻസസ് ആൻഡ് ഇൻഷുറൻസ് കമ്പനി. ഇപ്പോൾ നമ്മൾക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് അവസാനം എഴുതാം, സെയിൽസ് റെക്കോർഡ് ചെയ്യാം അല്ലേ. അപ്പോൾ ബ്രാഞ്ച് സ്റ്റോക്കിൽ നിന്ന് സെയിൽ എന്ത് സംഭവിക്കണം? കുറയണം, ഈ കാരണം യൂണിറ്റ് പോകുന്നതാണ്, അപ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ബൈ ബ്രാഞ്ച് വി ഹാഡ് അസ്യൂംഡ് ഇറ്റ് ടു ബി എ ക്യാഷ് ഓർ ബാങ്ക് വഴിയുള്ള സെയിൽ, അതുകൊണ്ട് ബൈ ബ്രാഞ്ച് ക്യാഷ് ഓർ ബാങ്ക് ഏതാണ് നമ്മൾ ലെഡ്ജറിന് പേര് കൊടുത്തിരിക്കുന്നത്? 60,000. This is sale. This is inner column 1,400 5,600. So ബ്രാഞ്ച് ക്യാഷിലേക്ക് വന്ന സ്ഥിതിക്ക് നമ്മൾക്ക് ആ എൻട്രി റെക്കോർഡ് ചെയ്യാം. ടു ബ്രാഞ്ച് സ്റ്റോക്ക് സെയിലായിട്ട് 60,000. അടുത്തത് എന്തായിരുന്നു? എക്സ്പെൻസിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞു. 8,000 രൂപ എക്സ്പെൻസ് ഉണ്ട്, 3,000 രൂപ ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് കിട്ടി അല്ലേ. സോ ബ്രാഞ്ച് ക്യാഷിൽ നിന്ന് എക്സ്പെൻസ് പോകണം. സോ ബ്രാഞ്ച് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും ബൈ ബ്രാഞ്ച് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് 8,000 രൂപ, ആൻഡ് ബ്രാഞ്ച് എക്സ്പെൻസിനെ നമ്മൾ ആ എമൗണ്ടിന് ഡെബിറ്റ് ചെയ്യും. സോ ടു ബ്രാഞ്ച് ക്യാഷ് 8,000.
And then we have received ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് 3000 രൂപ അല്ലേ. ഇനി let us quickly go back to our discussion. ഇവിടെ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സിൽ ബ്രാഞ്ച് എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യേണ്ടത് ആക്ച്വൽ ലോസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ എക്സാമ്പിൾ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആക്ച്വൽ ലോസ് എത്രയാണ്? 5600 ആണ് ശരിക്കുമുള്ള അതിൻ്റെ നഷ്ടപ്പെട്ടു പോയതിൻ്റെ കോസ്റ്റ് പ്രൈസ്. എന്നാൽ അതിന് അഗൻസ്റ്റ് 3000 രൂപ ആര് തരുന്നുണ്ട്? ഇൻഷുറൻസ് കമ്പനി തരുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ആക്ച്വൽ ലോസ് എത്രയാണ്? 2600. ഈ ആക്ച്വൽ ലോസ് ആയിരുന്നു എങ്ങോട്ടേക്ക് പോവേണ്ടിയിരുന്നത്? ബ്രാഞ്ച് എക്സ്പെൻസിലേക്ക്. പക്ഷെ നമ്മൾ എത്രയാണ് കാണിച്ചിരിക്കുന്നത്? 5600, വിച്ച് മീൻസ് വി ഹാവ് നോട്ട് ഷോൺ ദ എമൗണ്ട് റിസീവ് ഫ്രം ഇൻഷുറൻസ് കമ്പനി. അത് നമ്മൾക്ക് ഇപ്പോൾ കാണിക്കാം. ഹൗ ഡു വി ഷോ ഇറ്റ്? ബ്രാഞ്ച് എക്സ്പെൻസിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് എൻട്രിയുടെയും കൂടെ നെറ്റ് എഫക്റ്റ് എന്ത് വരും? ആക്ച്വൽ ലോസ് ആയ 2600. ബ്രാക്കറ്റിൽ ബ്രാഞ്ച് ക്യാഷ് ആയിട്ട് കിട്ടിയത് ഇൻഷുറൻസ് ക്ലെയിം ആണെന്ന് മെൻഷൻ ചെയ്തേക്ക് 3000 രൂപ. ആൻഡ് ഇൻ ബ്രാഞ്ച് ക്യാഷ് വി വിൽ ഹാവ് ടു റെക്കോർഡ് ദ ഡെബിറ്റ്. ഇത്രയും കിട്ടിയെന്ന് ബ്രാഞ്ച് എക്സ്പെൻസസ്. ബ്രാക്കറ്റിൽ ഇൻഷുറൻസ് കമ്പനി 3000. So now we have got all transactions. Any closing stock കൂടെ റെക്കോർഡ് ചെയ്യാനുണ്ട്. Closing stock was at 12,000, cost to branch, which is invoice price to head office. So branch stockil avasanam nammal ezhudendadu ee cost ee closing stock aanu. So by balance brought carried down stock 12,000. stock ആണ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, you can skip it also. So by balance carried down 12,000 if it is an invoice price, which means there is a portion of stock reserve which has to be eliminated in current year. അപ്പോൾ എന്ത് ചെയ്യണം? സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞ് നമ്മൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റിനെ ഡെബിറ്റ് ചെയ്യും. The amount we had already found out in previous methods-ൽ എത്രയായിരുന്നു? സ്റ്റോക്ക് റിസർവ് 2400. So branch adjustment account നമ്മൾ എന്ത് ചെയ്യും? 2400 ഡെബിറ്റ് ചെയ്യും. ബ്രാഞ്ച് സ്റ്റോക്കിൽ ക്രെഡിറ്റ് 12,000 വന്നിട്ടുണ്ട്, ഇവിടെ ഡെബിറ്റ് 2001. അതിൻ്റെ നെറ്റ് എഫക്റ്റ് ഇപ്പോൾ 9600. So now we have recorded all transactions and its effect. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം? We can close all accounts and find out the closing balance. അപ്പോൾ ഏറ്റവും ആദ്യം ക്ലോസ് ചെയ്യേണ്ടത് എന്താണ്? ബ്രാഞ്ച് സ്റ്റോക്ക് നമുക്ക് ക്ലോസ് ചെയ്യാം, because we have recorded every transaction in branch stock. So branch stock in the branch stock il oru balancing figure varunundu, which is the surplus in stock account. So that gets transferred to which account? Surplus. That will go to which account? To branch adjustment account. Now what is the surplus? It is ideally main content ആയിട്ട് വരേണ്ടത് എന്താണ്? ഇൻവോയ്സ് പ്രൈസിലാണ് ബ്രാഞ്ചിന് ഗുഡ്സ് കിട്ടുന്നത് ഹെഡ് ഓഫീസിൻ്റെ കയ്യിൽ നിന്ന് അല്ലേ. എന്നാൽ ബ്രാഞ്ച് ഔട്ട്സൈഡ് കസ്റ്റമറിലേക്ക് കൊടുക്കുമ്പോൾ ഇൻവോയ്സ് പ്രൈസിലായിരിക്കില്ല, കുറച്ചും കൂടെ ബ്രാഞ്ചിൻ്റെ ലാഭവും കൂടെ ചേർത്ത് ഒരു സെല്ലിംഗ് പ്രൈസിനായിരിക്കും വിൽക്കുന്നത്. അപ്പോൾ ആ എലമെൻറ്റും കൂടെ കയറി വരുന്നതാണ് ഈ സർപ്ലസ് ആയിട്ട് ജനറലി വരുന്നത്. ദാറ്റ് സർപ്ലസ് ഓൾസോ ഇസ് വൺ ഓഫ് ദ റീസൺസ് by which the company has earned or firm has earned gross profit. അല്ലേ, അപ്പോൾ ഈ സർപ്ലസ് എങ്ങോട്ടേക്ക് പോകണം? ഗ്രോസ് പ്രോഫിറ്റ് തരാൻ എലിജിബിൾ ആയിട്ടുള്ള ലെഡ്ജറായ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകണം, വിച്ച് ഇസ് 30,000 in this question. So 30,000 ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോവേണ്ട സർപ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി go ahead and post it in branch adjustment. So by branch സ്റ്റോക്ക് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ബ്രാക്കറ്റിൽ സർപ്ലസ് എന്ന് എഴുതിയിരിക്കുന്നു, ബൈഫിക്കേറ്റ് ചെയ്യാൻ കൂടുതൽ നല്ലൊരു പ്രസൻറ്റേഷൻ, ഡീറ്റെയിൽ പ്രസൻറ്റേഷൻ. സോ വൺസ് എല്ലാ എൻട്രീസും അണ്ടർ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നൗ വി ക്യാൻ ഗോ ഹെഡ് ആൻഡ് ഫൈൻഡ് ദ ഗ്രോസ് പ്രോഫിറ്റ് അണ്ടർ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ്, വിച്ച് ഷുഡ് ഗെറ്റ് ട്രാൻസ്ഫർഡ് ടു വെയർ? ബ്രാഞ്ച് P&L-ലേക്ക് പോകേണ്ടതാണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഗ്രോസ് പ്രോഫിറ്റ്. ബാലൻസിങ് ഫിഗർ ആയിട്ട് വരേണ്ടത്. എമൗണ്ട് ഇസ്
35,200. ഞാൻ എളുപ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ ടോട്ടൽസ് കോളത്തിൻ്റെ എഴുതിയില്ല. ദാറ്റ് ഈസ് ജസ്റ്റ് എ മാനുവൽ വർക്ക്. യു ക്യാൻ ഡു ഇറ്റ് ഫ്രം യുവർ കാൽക്കുലേറ്റർ. അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതാതെ പോകുന്നതേ ഉള്ളൂ. പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ടോട്ടലും കൂടെ എഴുതുക. ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ടോട്ടൽ എഴുതാതെ പോകുന്നതേ ഉള്ളൂ. സോ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് എമൗണ്ട് ലെറ്റ് ഇസ് ട്രാൻസ്ഫർ ടു ബ്രാഞ്ച് പി ആൻഡ് എൽ. ബ്രാഞ്ച് പി ആൻഡ് എല്ലിലേക്ക് അത് എന്ത് വരണം? ക്രെഡിറ്റ് ആയിട്ട് വരണം. ബിക്കോസ് ഇറ്റ്സ് എ ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ സാധാരണ ട്രേഡിങ്ങിലും പി ആൻഡ് എല്ലിലേക്ക് ക്രെഡിറ്റ് കൊടുക്കണം. അതേപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് 35,200. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ ലെഡ്ജേഴ്സും പെട്ടെന്ന് ക്വിക്ക്ലി ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാൻ ഏതൊക്കെയുണ്ട്? ബ്രാഞ്ച് സ്റ്റോക്ക് ഓൾറെഡി ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. സോ നീഡ് നോട്ട് ബോദർ. ബ്രാഞ്ച് ക്യാഷ് ഉണ്ടല്ലേ, അത് നമ്മൾക്ക് ക്ലോസ് ചെയ്യാം. 60,000 ഡെബിറ്റിലുണ്ട്, 3,000 ഡെബിറ്റിലുണ്ട്, ക്രെഡിറ്റിൽ 8,000, വിച്ച് മീൻസ് റിമൈനിങ് ഇസ് ഹെൽഡ് ഇൻ മൈ ഹാൻഡ് ആസ് ക്ലോസിംഗ് ബാലൻസ്. എത്രയുണ്ട്? 63 minus 8, 55,000 rupees. The next is branch adjustment. നമ്മൾ complete ചെയ്തു. branch cash complete ചെയ്തു, branch adjustment. Then we have branch expenses. branch expenses തന്നിരിക്കുന്ന എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് ഷുഡ് ഗോ ടു മൈ P&L. അതൊന്ന് കാണിച്ചാൽ മതി. സോ ബൈ ബ്രാഞ്ച് P&L account balancing figure, debit side 13,600 ഉണ്ട്, credit 3,000, which means P&L ലേക്ക് പോകേണ്ട net P&L നെറ്റ് എക്സ്പെൻസ് എത്ര മാത്രമേ ഉള്ളൂ? 10,600. അതായത് ഫുൾ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ഒരു ലെഡ്ജറിൽ കാണിച്ചിട്ട് അവിടെ നിന്നാണ് ഒരു ക്യുമുലേറ്റീവ് ഫിഗർ P&L ലേക്ക് കൊണ്ടുപോകുന്നത്. ബട്ട് ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഷോ ഇറ്റ് ഇൻ ബ്രാഞ്ച് എക്സ്പെൻസ്, ഡയറക്റ്റ്ലി ബ്രാഞ്ച് P&L ലേക്ക് കാണിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കാരണങ്ങൾ എഴുതിയാൽ മതിയാൽ അങ്ങനെ വേണേലും ചെയ്യാം. അപ്പോൾ 10,600 ഒരു സിംഗിൾ എമൗണ്ട് ആയിരിക്കില്ല, ഈ 3 എമൗണ്ടുകളായിരിക്കും. അല്ലെങ്കിൽ 5,600 3,000 കൂടെ ക്യുമുലേറ്റ് നെറ്റ് ചെയ്ത് 2,600 ആണ് രണ്ട് എമൗണ്ട്. എല്ലാത്തിൻ്റെയും കൂടെ ടോട്ടൽ എന്തായി വരും? 10,600. But that is your choice, which is comfortable for you. You go ahead and choose that. So branch expenses നിന്ന് കിട്ടിയ 10,600. So which means we have completed branch expenses account also. അപ്പോൾ branch expense കഴിഞ്ഞു, branch P&L goods sent to branch ഇനി ബാക്കിയുള്ളൂ. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട് എപ്പോഴും ക്ലോസ് ചെയ്യുമ്പോൾ അത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? പർച്ചേസസ് അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. കാരണം ഹെഡ് ഓഫീസ് നമ്മൾക്ക് ഗുഡ്സ് തരുന്നത് അവർ പർച്ചേസ് ചെയ്തതിൽ നിന്നെടുത്ത് ബ്രാഞ്ചിലേക്ക് കൊടുത്തു വിടുകയാണ്. അപ്പോൾ ഹെഡ് ഓഫീസിൻ്റെ പർച്ചേസിൽ കിടക്കുകയാണ്, അവർ കൊടുത്തു വിടുമ്പോൾ വേറൊരു ലെഡ്ജറാണ് യൂസ് ചെയ്യുന്നത്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറയുന്ന മറ്റൊരു ലെഡ്ജർ. അപ്പോൾ രണ്ട് ലെഡ്ജറും രണ്ടിടത്തു നിന്നാണ് വരുന്നത്. ഒന്ന് പർച്ചേസ് കോസ്റ്റ് പർച്ചേസ് ലെഡ്ജറിനകത്തും, സാധനങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പർച്ചേസ് യൂസ് ചെയ്യാതെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ആണ്. ബട്ട് അൾട്ടിമേറ്റ്ലി ദിസ് എമൗണ്ട് ഓർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് വിൽ ഫ്രം നൗ ഓൺ ബി ദ കോസ്റ്റ് ഓഫ് ബ്രാഞ്ച്. അപ്പോൾ അത് ഹെഡ് ഓഫീസിൻ്റെ പർച്ചേസിൽ കാണാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിനെ അൾട്ടിമേറ്റ്ലി നമ്മൾ എങ്ങോട്ടേക്ക് കൊണ്ടുപോകാണ്? പർച്ചേസ്. അതായത് ഹെഡ് ഓഫീസ് ഗുഡ്സ് കൊടുത്തു വിടുമ്പോൾ പർച്ചേസിൽ നിന്ന് പർച്ചേസിനെ ക്രെഡിറ്റ് അപ്പോൾ ചെയ്യാതെ അൾട്ടിമേറ്റ്ലി എല്ലാ ഗുഡ്സും കൊടുത്തു വിട്ട് റിട്ടേൺ വന്നു കഴിഞ്ഞിട്ടുള്ള ഫൈനൽ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ആ ഹെഡ് ഓഫീസിൻ്റെ പർച്ചേസിന് കുറയ്ക്കുകയാണ്. സോ നെറ്റ് നോക്കുകയാണെങ്കിൽ, ക്യുമുലേറ്റീവ് എഫക്റ്റ് നോക്കുകയാണെങ്കിൽ, ഹെഡ് ഓഫീസ് യൂസ് ചെയ്ത പർച്ചേസസിൻ്റെ കോസ്റ്റ്, സ്റ്റോക്കിൻ്റെ കോസ്റ്റ് ഹെഡ് ഓഫീസിൻ്റെ പർച്ചേസിലും, ബ്രാഞ്ചിലേക്ക് കൊടുത്തു വിട്ട ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ബ്രാഞ്ചിൻ്റെ പർച്ചേസ് ലിസ്റ്റിലും വന്നുകൊള്ളും. അങ്ങനെ നമ്മൾ ആ പ്രോഫിറ്റിലേക്ക് പ്രോപ്പർലി അറൈവ് ചെയ്തു. So when we purchasesലേക്ക് നമ്മൾ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. It is not relevant for us to find out the net profit. പിന്നെ ഈ ലെഡ്ജർ പെൻഡിങ് ആക്കിയിട്ടുണ്ടെന്നുള്ളത് കാരണം we have just shown that also. Now the only pending one is branch P&L. So branch adjustment വഴി ഒരു ഗ്രോസ് പ്രോഫിറ്റ് 35,200 ക്രെഡിറ്റ് വന്നു, എക്സ്പെൻസ് ഡെബിറ്റ് വന്നു, which means now we are just left with finding out the net profit balancing figure.
which is nothing but 24,600. So net profit 24,600 ഈ ഒരു മെത്തേഡിൽ നമ്മൾക്ക് ഗ്രോസ് പ്രോഫിറ്റും അവൈലബിൾ ആണ് അല്ലേ. പക്ഷെ പേര് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ലെഡ്ജർ ആണെന്നേ ഉള്ളൂ. കിട്ടാൻ പോകുന്ന ആൻസർ ഇസ് nothing but the gross profit. So gross profit 35,200. Now let us just check that in single entry system. Single entry system നമ്മൾക്ക് രണ്ട് അമൗണ്ട്സും ഉണ്ട് അല്ലേ. ഗ്രോസ് പ്രോഫിറ്റും ഉണ്ട് നെറ്റ് പ്രോഫിറ്റ് രണ്ടും ചെക്ക് ചെയ്യാം. ഗ്രോസ് പ്രോഫിറ്റ് എത്ര തന്നെയാണ് 35,200. ഇവിടെയും 35,200. And 24,600 under as net profit under stock and debtors method. Single entry 24,600. അപ്പോൾ ഒരേ ആൻസർ ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഡെറ്റേഴ്സ് മെത്തേഡിൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ഇല്ല, നെറ്റ് പ്രോഫിറ്റേ ഉള്ളൂ, അത് 24. അപ്പോൾ മൂന്ന് മെത്തേഡിലും നമ്മൾക്ക് കറക്റ്റ് ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഏത് മെത്തേഡിൽ എഴുതിയാലും അപ്രോപ്രിയേറ്റ് എൻട്രീസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ അറൈവ് അറ്റ് ദ കറക്റ്റ് നെറ്റ് പ്രോഫിറ്റ്. സോ ഇഫ് ക്വസ്റ്റ്യനിൽ ഇങ്ങനെയൊരു സിറ്റുവേഷൻ വന്നാൽ ഈ ഒരു ടൈപ്പ് തന്നെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ഏത് അക്കൗണ്ടാണ് ചൂസ് ചെയ്യണം അല്ലെങ്കിൽ ഏത് മെത്തേഡ് ചൂസ് ചെയ്യണമെന്ന് പറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മെത്തേഡ് ചൂസ് ചെയ്തോളൂ. പക്ഷെ അതിൻ്റെ മാർക്കിങ്ങോട് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. വളരെ വലിയൊരു വെയിറ്റേജ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് ഫോളോ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ the choice is up to you, which is comfortable for you. Please go ahead and do that. പക്ഷേ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കലി പറയുന്നതുകൊണ്ട് ഇന്ന മെത്തേഡ് പ്രകാരം ഈ അക്കൗണ്ട് വരയ്ക്കാനെങ്കിൽ ആ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. We had taken all these three methods just to ensure that you understand the differences among all these methods. എല്ലാ മെത്തേഡും ചെയ്യുന്ന ഒരു പ്രോബ്ലം ഒന്നും വരില്ല, നമ്മൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു എന്നുള്ളതേ. So with that, dependent branches are the topic under dependent branches, loss of stock is complete. So if you have any doubts, please let me know in this particular area. പക്ഷേ ഈ ഒരു ഏരിയ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ട്രേഡിങ്ങിൽ സാധാരണ ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡിൻ്റെ ചെയ്യുന്ന ഒരു ചെറിയ ധാരണയെങ്കിലും ബേസിക്സ് ഒന്ന് വേണം. എന്നാൽ മാത്രമേ ഇത് കുറച്ചും കൂടെ നല്ലതായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. So please go through this question and the theory that we had discussed, and if any doubts, please let me know. So till we meet again, stay safe and happy. Thank you.